സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സ്മോക്കിംഗ് കിൽസ്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ബി സേഫ്, ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. ജാഗ്രത, മദ്യപിച്ച് വാഹനം ഓടിക്കരുത്. എനിക്ക് ചുറ്റുമെന്തോ സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലത്തു നിന്നും ആരോ എന്നെ വിളിക്കുന്നത് പോലെയുണ്ട്. നോക്കൂ ഡിയർ ഓഫീസേഴ്സ്, ഇന്ന് നമ്മൾ ചരിത്ര പുസ്തകങ്ങളിൽ കാണാതെ പോയ പാക്കാല സാമ്രാജ്യത്തെപ്പറ്റിയും മഹാരാജാവ് രുദ്രനെപ്പറ്റിയും ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. സാമ്രാജ്യത്തെയും കോട്ടയും സംബന്ധിച്ച ഒരു ക്ലൂ നമുക്ക് വേണം. പാക്കാല സാമ്രാജ്യം കാണാൻ ചെറു സാമ്രാജ്യമായിരുന്നാലും സമ്പത്തിന് കുറവില്ലായിരുന്നു. പല രാജാക്കന്മാർ നോട്ടമിട്ടിരുന്നെങ്കിലും സ്വപ്നത്തിൽ പോലും ആ കോട്ടയെന്ന് കേട്ടാൽ അത്രയ്ക്ക് ഭയമുളവാക്കുന്നതായിരുന്നു. തലമുറകൾ മാറി, സാമ്രാജ്യങ്ങളും മാറി, രാജാക്കന്മാരും മാറി. പക്ഷേ ആ കോട്ട, അതിലുള്ള സമ്പത്ത് നഷ്ടപ്പെടാതെയിരുന്നു. ഇപ്പോഴും എത്രയോ പേർ അത് കൈക്കലാക്കാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എത്ര പരിശ്രമിച്ചിട്ടും ഫലമുണ്ടാകുന്നില്ല. സർ, ആ കോട്ട ഇപ്പോഴുമുണ്ടോ? ഇതിൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആ സാമ്രാജ്യം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിലെത്രത്തോളം സത്യമുണ്ടെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സർ, ഞാൻ ചെയ്ത റിസർച്ചിൽ പോലും പാക്കാലക്കോട്ടയിലെ നിധി സത്യമാണെന്ന് ബോധ്യപ്പെട്ടു. അതിന് എവിഡൻസ് ഉണ്ടോ? നോ സർ, എൻ്റെ കയ്യിൽ എവിഡൻസ് ഒന്നുമില്ല, പക്ക ഇൻഫർമേഷൻ മാത്രം. വാട്ട്? സർ, ആ കോട്ടയിൽ എങ്ങനെ എത്തിപ്പെടാൻ പറ്റും? എൻ്റെ അന്വേഷണവും അതുതന്നെയാണ്. ഇവന്റെ പേര് AK ഡോഗ്ര. ഇവൻ കൈവയ്ക്കാത്ത ബിസിനസ്സേ ഇല്ല. ഡ്രഗ്സ്, റിയൽ എസ്റ്റേറ്റ്,
കിഡ്നാപ്പിംഗ്, മർഡേഴ്സ്, ലിക്കർ മാഫിയ, ഇങ്ങനെയുള്ള എല്ലാ ക്രൈമിലും ഇവൻ്റെ പേരുണ്ട്. ആരെയും പേടിയില്ല. ക്രൈം ചെയ്താൽ എവിഡൻസ് ഉണ്ടാവില്ല, സാക്ഷികളും ഉണ്ടാവില്ല. ഇവൻ ഈ കഥയിൽ എന്താണ് ബന്ധമെന്ന് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ ഇവൻ കാത്തിരിക്കുന്നത് പോലും ഒരു ജീവൻ എടുക്കാൻ വേണ്ടിയാ. ഹായ് ഡോഗ്ര, നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ ആരുടെ കയ്യിലാണ് ഉള്ളതെന്ന് മനസ്സിലായി. ആ റെഡിനടിക്കടാ. ഇത് എന്റെ കളിയാടാ. ഛേ. He's a runner, he's a runner, basically commander, he's a fighter, every matter. He is a not a quieter. Taka 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 teri nakare, okaliru makare, chantara mantara jadu gadu. അവൻ വന്നടാ. അവൾ എവിടെടാ? പെണ്ണിനെ വേണോടാ നിനക്ക്? നീ എന്ത് ധൈര്യത്തിലാണ് എൻ്റെ ആൾക്കാരുടെ മേലെ കൈവച്ച? പ്രശ്നം നമ്മൾ തമ്മിലല്ലേ. അവളെന്ത് ചെയ്തു? അവളെ നീ വിട്ടേക്ക്. ഡാ, ഇവന് പെണ്ണ് വേണോന്ന്. Never gon' stop, never gon' stop, never gon' stop till I'm number one, son. Never gon' stop, never gon' stop, never gon' stop till I'm number one, son. വാടാ. വാ 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 വാ. Chicha mama chita kodu modale inaru. Inaga finish cheka kodu. എന്റെ റിയ എവിടെടാ? കിടക്കണ ചേട്ടാ ചേട്ടാ എന്നാ പറ്റിയടാ? ഒരു രാജു അവൻ നമ്മളെ ആൾക്കാരെ അടിച്ച് പെണ്ണിനെയും കൊണ്ട് പോയി. എടാ മണ്ട, നമ്മുടെ ആളുകളെല്ലാം തല്ലു മേടിച്ചെന്ന് പറയാനാണോ നീ ഇങ്ങനെ ഓടി വന്നത്?
എടാ വീര്യവും ശൗര്യവും ഒക്കെ വേണം. ഏതാടാ അവൻ? നോക്കേട്ടാ, ഇവൾക്ക് വേണ്ടിയാണോ? നിങ്ങൾ എവിടെ ഇരുന്നാലും ഞാൻ വിടില്ല. ചാരെ വരിക പ്രണയമേ, മനസ്സ് ആകാശം തേടി പറക്കുവാൻ കൊതിക്കയായി, അകലെ മിന്നും മേഘപാളി തൊട്ടു വരാനാശയായി, പ്രാണനേ ചിറകുതാ. അരികെ നീ വെണ്ണില തഴുകിടുന്ന തേനല, വന്നു ചേർന്നു സ്നേഹലോലമായി കുളിരല. ഓ മായികേ ചാരെ വരിക പ്രണയമേ, മനസ്സ് ആകാശം തേടി പറക്കുവാൻ കൊതിക്കയായി, അകലെ നിന്നു മേഘപാളി തൊട്ടു വരാനാശയായി, പ്രാണനേ ചിറകുതാ. ഓ എൻ പ്രേമമേ, നീ ആത്മരാഗമേ, നീ പാടുകോകിലേ പരാഗലോലയായി, സുകുമാരി നീ എന്റെ ആനന്ദമേ, സുരരാഗാർദ്രമായി എന്നിൽ നീ വരൂ വരൂ, തെളിയുകെന്നിൽ ദീപികെ കുളിരായി നീ പടരുക, മനവും തനുവും മധുര സാന്ദ്രമായി തരളമായി, അരുണാംഗി രാഗാർദ്രയായി നീ പ്രിയേ, നീ എന്നിലെന്നെന്നും ആനന്ദമേ. അരികെ നീ വെണ്ണില തഴുകിടുന്ന തേനല, വന്നു ചേർന്നു സ്നേഹലോലമായി കുളിരല. ഓ മായികേ ചാരെ വരിക പ്രണയമേ, മനസ്സ് ആകാശം തേടി പറക്കുവാൻ കൊതിക്കയായി, അകലെ മിന്നും മേഘപാളി തൊട്ടു വരാനാശയായി, പ്രാണനേ ഇതെന്തൊരാനന്ദം നീ സരസമേദിനി, അങ്ങു ദൂരെ വിണ്ണിലേറി പാറി ഞാനിതാ, പൂവുടലിതു പുൽകിയുന്നു ഞാൻ പാടുമേ, എൻ ഹൃദയം പാടുന്നതനുരാഗമേ, വെണ്ണൽ വന്നു തഴുകി നിൻ വെണ്ണ തോറ്റമെയ്യതിൽ, ഉലകമാകെ നിന്നെ നോക്കി നോക്കി നിന്നു പോ, നീ എന്റെ ആത്മാവില വിരാമവും, ഈ ജന്മമിനി എന്നും രാഗോത്സവം. അരികെ നീ വെണ്ണില തഴുകിടുന്ന തേനല, വന്നു ചേർന്നു സ്നേഹലോലമായി കുളിരല. ഓ മായികേ ചാരെ വരിക പ്രണയമേ, മനസ്സ് ആകാശം തേടി പറക്കുവാൻ കൊതിക്കയായി, അകലെ മിന്നും മേഘപാളി തൊട്ടു വരാനാശയായി, പ്രാണനേ ചിറകുതാ. പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു പാക്കാലക്കോട്ട, ആ കോട്ട കൈവശം വെച്ചിരുന്ന മഹാരാജാവ് രുദ്രൻ ധാരാളം സ്വത്ത് സമ്പാദിച്ചു. ഇപ്പോഴാകട്ടെ ആ രാജാവുമില്ല, ആ പാക്കാല കോട്ടയുമില്ല, എല്ലാം നശിച്ചുപോയി. അപ്പോൾ ആ രാജാവിന്റെ സ്വത്തുക്കൾക്കൊക്കെ എന്ത് സംഭവിച്ചു? ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ചോ അതോ കോട്ട മതിലുകൾക്കുള്ളിലോ?
ഇതിനു വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചു. ആ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് സർക്കാരിന്റെ ഗ്രീൻ സിഗ്നൽ ലഭിച്ചിട്ടാണോ? ഇപ്പോൾ ആ കോട്ട എവിടെയാണുള്ളത്? നിധി എത്രത്തോളമുണ്ട്? ആ നിധി അവിടെയുള്ള സത്യം എങ്ങനെ പുറത്തു വന്നു? നമ്മുടെ ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും വലിയ വിസ്തീർണമുള്ള രാജ്യം പാക്കാല രാജ്യമാണ്. രാജരുദ്രൻ എന്ന അതിക്രൂരൻ ചെയ്ത ക്രൂരകൃത്യങ്ങൾ അയൽ രാജ്യങ്ങളെ പോലും വല്ലാതെ ഭയപ്പെടുത്തി. സ്ത്രീകൾ, ലഹരി, സമ്പത്ത്, ഈ 3 കാര്യങ്ങൾക്കും വേണ്ടി എന്ത് നെറുകേട് ചെയ്യാനും മടിക്കാത്തവനായിരുന്നു. ചെറു രാജ്യങ്ങളോട് യുദ്ധം ചെയ്ത് സുന്ദരികളായ രാജ്ഞികളെയും അതിനോടൊപ്പം അവരുടെ സമ്പത്തും കൊള്ളയടിക്കുന്നത് അദ്ദേഹത്തിന് ഹരമായിരുന്നു. അദ്ദേഹത്തിന്റെ ക്രൂരകൃത്യങ്ങൾക്ക് ഇരയാകാത്ത രാജ്യങ്ങൾ ഇല്ലായിരുന്നു. രാജാവ് കൊള്ളയടിച്ച നിധികളിൽ അധികവും വജ്രങ്ങളും വൈഡൂര്യങ്ങളുമായിരുന്നു. കാലാന്തരത്തിൽ ആ രാജാവിന്റെ മരണത്തിന് ശേഷം ആ സമ്പത്തിനൊക്കെ എന്ത് സംഭവിച്ചു? അത് അന്വേഷിക്കാൻ പോയവർക്കൊക്കെ എങ്ങനെ ജീവൻ നഷ്ടമായി? ആ മഹാരാജാവിന്റെ ആത്മാവ് ആ നിധികൾക്ക് കാവലിരിക്കുകയാണോ? ആ കോട്ടയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആ നിധിവേട്ടയിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ? സത്യത്തിൽ ആ കോട്ട എവിടെയാണ്? ഇതുവരും യാദൃച്ഛികമാണോ അതോ ആ കോട്ടയും ഞാനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? Something is happening with me. എന്തിനാണിങ്ങനെ സ്വപ്നത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ ഭയപ്പെടുത്തുന്നത്? ശരിക്കും ആരാണത്? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ് സാർ. സാറ് ചോദിച്ച ജിയോ ഡീറ്റെയിൽസ് എല്ലാം ഇതിലുണ്ട്. പക്ഷെ ഒരു കാര്യം, അവസാനം വേണ്ട 2 പേജ് ഇതിലില്ല സാർ. ഇത് ഇൻകംപ്ലീറ്റ് ഫയൽ. ആ മിസ്സായ ജിയോസ് കൂടി ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊണ്ടുവരും. ഉറപ്പായിട്ടും. ഓക്കെ ഓക്കെ സാർ. ചീഫ് വന്നിട്ടുണ്ടോ? വന്നു സാർ. ഞാൻ വരാമെന്ന് പറയും. ഓക്കെ സാർ. കാര്യോ? സർ, സാറിൻ്റെ സുഹൃത്ത് ഹരഗോപാൽ വന്നിട്ടുണ്ട് സാർ. ഓക്കെ സാർ. വെൽക്കം ഹരഗോപാൽ. ഹായ്. ഞാൻ ഫോൺ എടുത്തില്ലല്ലോ എന്ന് തെറ്റിദ്ധരിക്കല്ലേ? നിനക്കൊരു മാറ്റവും ഇല്ലടാ. അതിരിക്കട്ടെ, ഭാര്യ മക്കളും സുഖമായിരിക്കുന്നു? എല്ലാവരും സുഖമായിരിക്കുന്നു സാർ. കാണണമെന്ന് പറഞ്ഞല്ലോ, എന്താ കാര്യം? അറിയില്ലടാ, കുറച്ചു നാളായി എന്താ സംഭവിക്കുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ല. താങ്കളുടെ ലൈഫ് മുഴുവനും സമൂഹത്തിന് വേണ്ടി അർപ്പിച്ചിരിക്കുകയല്ലേ? ഇതുവരെ കല്യാണം പോലും കഴിച്ചില്ല. എപ്പോഴും എന്തോ നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഒന്നും അറിയില്ല, ഒരു സ്വപ്നം തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുക. ആ മിസ്റ്ററി എന്താന്ന് മനസ്സിലാകുന്നില്ല. സിംഗന്നൂർ കാട്ടില് ഒരു സ്വാമിജി ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അവിടെ നിന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അവിടെ വരെ ഒന്ന് പോയി നോക്കൂ. തീർച്ചയായിട്ടും ഫലമുണ്ടാകും. നിങ്ങൾക്ക് ഹെൽപ്പായിട്ട് എപ്പോഴും ഞാനുണ്ടാകും. എനിക്കറിയാടാ.
നീ ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ തന്നെയാ ഞാനിങ്ങോട്ട് വന്നത്. ഹായ് ACP സൂര്യ. ഹൗ ആർ യു? ലൈവ് സെറ്റിലാവുന്ന ഒരു ഡീല് വന്നിട്ടുണ്ട്. എന്തു പറയുന്നു? Fine. Best of luck. മേക്ക് എ പെറ്റ് ഫോർ മീ. ഓക്കെ സാർ. എന്തിനാ ഈ സ്വപ്നങ്ങൾ എന്നെ ഇങ്ങനെ വേട്ടയാടുന്നത്? ആരായിരിക്കും അത്? One more. കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും തുടങ്ങി. അതാണത്. സൂര്യ പറഞ്ഞതുപോലെ ശിവാനന്ദ ആശ്രമത്തിലേക്ക് രാവിലെ തന്നെ പുറപ്പെടണം. ഓം ഭ്രമം പ്രപഞ്ചകം മനോബലം ഹൃതകർമ്മജയം രുധിരമയം പദഗമനം പരിഹരണം അനുബന്ധമിതേ. പ്രപഞ്ചകം മനോബലം ഹൃതകർമ്മജയം രുധിരമയം പദഗമനം പരിഹരണം അനുബന്ധമിതേ. മനോബലം ഹൃതകർമ്മജയം രുധിരമയം പദഗമനം പരിഹരണം അനുബന്ധമിതേ. ഇങ്ങനെ ഞാനെങ്ങനെ അവിടെ എത്തും? അയ്യോ, ഷിറ്റ്. ശിവാനന്ദാശ്രമം. താങ്കോ.
ആശ്രമം എവിടെയാണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. ഇവരൊക്കെ ആരാ? വരൂ വരൂ വരൂ. നിങ്ങൾ വരുന്ന കാര്യം സ്വാമി 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു. ഞാൻ വരുന്നതോ? സ്വാമി, അങ്ങ് തനി ഓടിച്ചു വന്നിരുന്ന ആ വാഹനം ഈ പരിസരത്ത് എവിടെയെങ്കിലും നിന്നു പോയോ? ആ അതെ. ഇപ്പോഴെങ്കിലും മനസ്സിലായോ അങ്ങയുടെ അന്വേഷണങ്ങൾക്ക് മറുപടി ലഭിക്കുമെന്ന്? വരൂ വരൂ. വന്നുവല്ലേ ഹരഗോപാൽ? ഹരഗോപാലോ? സ്വാമി, എൻ്റെ പേര് ഹരഗോപാലെന്ന് അങ്ങേക്കെങ്ങനെ മനസ്സിലായി? എനിക്ക് നിന്നെപ്പറ്റിയും നാട് നന്നായിരിക്കുവാൻ വേണ്ടി നീ ആഗ്രഹിക്കുന്നതിനെക്കുറിച്ചും എല്ലാം എനിക്കറിയാം മകനെ. നീ അനുഭവിക്കുന്ന വേദനയ്ക്ക് ആശ്വാസം ഇവിടുന്നേ ലഭിക്കുകയുള്ളൂ. ശരിക്കും ഞാൻ ആരാ? എന്നെ അസ്വസ്ഥനാക്കുന്ന ഭൂതകാലം എന്താ? ആ സ്വപ്നങ്ങൾ എന്തിനാണ് എന്നെ വേട്ടയാടുന്നത് സ്വാമി? ഞാൻ ആരാണെന്ന് മനസ്സിലാകും വിധം പറയൂ സ്വാമി. മനസ്സിലാക്കാനായിട്ട് നിന്റെ ഈ ജീവിതം ഈ ജന്മത്തിലെയല്ല, പൂർവ്വജന്മത്തിന്റെ തുടർച്ചയാണ് മകനെ. മുൻജന്മം എന്തെന്ന് മനസ്സിലായോ മകനെ? ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ട സ്വാമി? ഇപ്പോൾ ആ നിധിയുടെ കാവൽക്കാരൻ രാജരുദ്രന്റെ ദുഷ്ടാത്മാവാണ്. ദുഷ്ടപൂജകൾ ചെയ്ത് സിദ്ധിച്ച കഴിവുകൾ കൊണ്ട് അവൻ നിങ്ങൾക്ക് വേറെ രൂപത്തിലേ കാണപ്പെടൂ. നിങ്ങൾ എപ്പോൾ ആ നിധി കോട്ടയ്ക്ക് പുറത്ത് കൊണ്ടുവരുന്നുവോ തൽക്ഷണം അവനും ആ കോട്ടയും നാമാവശേഷമായി തീരും. അതെങ്ങനെ സാധ്യമാകും സ്വാമി? അതാണ് ദൈവനിശ്ചയം. ദൈവത്തിന് ശക്തി ഉണ്ടെന്നുള്ളത് എത്രത്തോളം സത്യമാണോ അതുപോലെ തന്നെ തിന്മയുടെ ശക്തികളുമുണ്ട്. നിന്റെ ഈ യാത്ര ദൈവനിശ്ചയമാണ്. ശുദ്ധമായ മനസ്സോടെ പ്രയാണം തുടരൂ. ആര് എപ്പോ എവിടെ വെച്ച് കണ്ടുമുട്ടണമെന്ന് മുകളിലുള്ളവൻ തീരുമാനിക്കും. വിജയിച്ച് മുന്നേറൂ. ഇവനെ തൂക്കി പറത്താം, ചുണയുണ്ടെങ്കിൽ നില്ലടാ. അടി ഞങ്ങളുമായി കൈ കൊടുത്ത് ട്രോഫി കൊണ്ട് പോകടാ. തക വെറുതെ വന്ന ഇങ്ങനെ ഞങ്ങൾ എറിയും നിന്നെ. ചരപറ ചാന്ത നിന്നെ സൂപ്പർ തല്ല കില്ലാടി തല്ല. പുന്നാര പോലെ ജീവൻ വേണേൽ ഓടിക്ക വേഗം. ഞങ്ങൾ നിനക്ക് ട്രോഫി തരാം, നിന്നെ പിന്നെ പറത്തി വിടാം. അല്ല നീ ആരാ? സാർ നിങ്ങൾ വെയിറ്റ് ചെയ്ത് സാർ. ഇത് ഇന്നുള്ള ജോലി തന്നെയല്ലേ? ഇന്ന് ഒരു ദിവസം ലേറ്റ് ഒന്നും സംഭവിക്കാൻ പോണില്ല. പക്ഷെ ഈ അലവലാതെ ഞങ്ങൾക്ക് പിന്നെ കിട്ടില്ല. ഇത്രക്ക് പേടിയാണെങ്കിൽ അവന്മാരായിട്ട് എന്തിനാ മുട്ടാൻ നിൽക്കുന്നേ? കാണാൻ പ്രമാണിയെ പോലുണ്ടല്ലോ. ശരിയോ തെറ്റൊന്നും ചോദിക്കല്ലേ. അവരുടെ അടുത്തൊന്നും രക്ഷിക്കണേ സാർ, പ്ലീസ് സാർ.
കമോൺ. എന്താ പ്രോബ്ലം? ആ റൗഡികളായിട്ട് എന്താ ഇടപാട്? എൻ്റെ ഗുരുജി, എൻ്റെ പേര് രാജു. അവരേതോ റൗഡി ദുർഗ എൻ്റെ പെണ്ണിനെ നോക്കുന്നതോടന്ന് പ്രശ്നം ഉണ്ടാക്കി. എൻ്റെ സ്റ്റൈലിൽ ഞാൻ ചെറിയൊരു ട്രെയിലർ കാട്ടി, അത്രേ ഉള്ളൂ. കോട്ടയ്ക്ക് പോകണമെങ്കിൽ ഇവനെപ്പോലുള്ളവരാണ് വേണ്ടത്. നിന്റെ പേരെന്താ പറഞ്ഞത്? രാജു. ഓക്കെ. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നോ? സ്നേഹിക്കുന്ന പെണ്ണിനോടൊപ്പം ലൈഫിൽ സെറ്റിൽ ആവാൻ അത്ര എളുപ്പമല്ലല്ലോ. ചെയ്യാം ഗുരുജി. ഞാൻ പറയുന്ന പോലെ ചെയ്യണം, ചോദ്യങ്ങൾ പാടില്ല. ഓ, അത്രേ ഉള്ളൂ ഗുരുജി. എന്ത് ചെയ്യണമെന്ന് പറ, സ്പോട്ടിൽ ചെയ്ത് കളയാം. പറയാം. ശരി, വണ്ടി എടുക്ക് ഗുരുജി, പോകാം. റൈറ്റ്, പോകാം. ആഹാ, എൻ്റെ അമ്മേ, വീട് അടിപൊളിയാണല്ലോ. കമോൺ. കമ്മിങ് കമ്മിങ്. Never gonna stop, never gonna stop till I'm number one, son. Never gonna stop, never gonna stop, never gonna stop till I'm number one, son. എന്റെ പൊന്നോ, വീട് പൊളിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു വീട് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കലക്കിയനെ. ഗുരുജി, വീട്ടിലാരെയും കാണുന്നില്ലല്ലോ. ഇനി ഈ വീട്ടിലെ ജോലിക്ക് കൊണ്ടുവന്നാണോ എന്നെ? ദേ നോക്കിക്കേ ഗുരുജി, ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേക്കുവാ. കാണാൻ ഞാനൊരു തല്ലിപ്പൊളിയെ പോലെ ഉണ്ടെങ്കിലും പക്ഷേ ഞാൻ ചെയ്യുന്ന പണിക്കത് നോക്ക് വേറെ ലെവലായിരിക്കും. അത് ഓർമ്മയിലിരിക്കട്ടെ സാറേ. നീ ആദ്യം ഫ്രഷ് ആകും. അനിത, ഇവനെ വിളിച്ചോണ്ട് പോയി റൂം കാണിക്കും. ഇന്നു മുതൽ ഇവിടെ ആയിരിക്കും. ഇതാ ഗുരുജിയുടെ ബാഗ്. വരൂ. ഇനി അധികം വൈകിക്കൂടാ. സ്വാമിജി പറഞ്ഞ അനുസരിച്ച് ഇനി 15 ദിവസമേ ഉള്ളൂ. സ്വാമിജിയുടെ നിഗമനം പോലെ ഈ സ്വപ്നങ്ങൾക്കെല്ലാം ഒരു അറുതി കിട്ടണമെങ്കിൽ എങ്ങനെയെങ്കിലും ആ കോട്ടയിൽ എത്തിച്ചേരണം. രാജുവിന്റെ സഹായം കൊണ്ട് മാത്രം ഇതെനിക്ക് സാധ്യമാകുമോ? ആഹാ, എന്തായത് ഗുരുജി മദ്യസൽക്കാരം ഒരുക്കിയിട്ടുണ്ടല്ലോ. ഗുരുജി, ഹലോ ഗുരുജി. എന്താടാ? കമ്പനി ഇല്ലാതെ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് അടിക്കുവാണോ? നീ കഴിക്കാറുണ്ടോ? അയ്യേ, ഇതുപോലുള്ള ബാഡ് ഹാബിറ്റ്സ് ഒന്നും എനിക്കില്ല. സാരമില്ല, കഴിക്ക്, എടുക്ക്. നിങ്ങൾ എന്നെ ധർമ്മസങ്കടത്തിലാക്കല്ലേ ഗുരുജി. ഗുരുജി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനൊരു കമ്പനി തരാം. സാർ, നിങ്ങൾ ദൈവമാണ് സാർ. താമസിക്കാൻ ഈ വീട് തന്നു, വിശക്കുമ്പോ ചോറ് തരുന്നു, ദാഹിക്കുമ്പോ ദാ പെഗും തരുന്നു. ഇതിനൊക്കെ പകരം ഞാൻ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ട ഗുരുജി? പറയൂ ഗുരുജി. മലമുകളിൽ പോയി കുരങ്ങിനെ കൊണ്ടുവരണോ, അതോ ഒരു ഫുള്ള് അടിച്ചിട്ട് പറയുന്നോ? പറ ഗുരുജി, എന്ത് ചെയ്യണമെന്ന് പറ. എനിക്ക് ഒരു കോട്ടയിൽ പോകാൻ. നീ വരുന്നോ? എന്തിനാ? നിധി കുമ്പ് അടിച്ചു മാറ്റാനാ?
അല്ല സാറേ, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. ഒരു സ്വാമിജി പറഞ്ഞിട്ടാ. അവിടുന്ന് പറഞ്ഞ പോലെ ആ കോട്ടയിലൊരു നിധിയുള്ളതായി ഞാൻ സ്വപ്നം കണ്ടു. ഒന്ന് വെറുതെ ഇരിക്കും സാറേ. നിങ്ങളൊക്കെ ഏത് കാലത്തിലാ ജീവിക്കുന്നേ? ജോക്കല്ലടാ, സത്യമാ. ഈ എനിക്കൊരു സ്വാമി രാജയോഗം ഉണ്ടെന്നാ പറഞ്ഞേ. എന്തായി? നടു റോഡിൽ തെണ്ടേണ്ട അവസ്ഥയാ. ആ, ഒരു പെക്കും കൂടെ അടിക്കാം സാറേ. എന്ത് പറയണമെന്നൊരു ഐഡിയ കിട്ടും. നടക്കുന്ന കാര്യം പറയും സാറേ. നമുക്ക് ആ കോട്ടയിലേക്ക് പോണം. ആഹാ, ഗുരുജി ഫിറ്റായിട്ടുണ്ടല്ലോ. നിങ്ങൾ മദ്യത്തിൽ സംസാരിക്കുക. നീ വരുന്നുണ്ടോ ഇല്ലയോ? നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങും സാറേ, ഞാൻ വരാം. ഗുഡ് നൈറ്റ്. എന്താണോ ഗുരുജി ഇങ്ങനെ? എന്ത് പറ്റിയാവോ? വെള്ളം അടിച്ചിട്ട് എന്തൊക്കെ പറയുന്നു? നിധി കുമ്പോന്നോ കോട്ടയെന്നോ എന്തൊക്കെയോ പറയുന്നു. നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഡാർലിംഗ്. അങ്ങനെയാണോ? എനിക്കാണെങ്കിൽ ഇപ്പൊ തന്നെ നിന്നെ കണ്ടാ കൊള്ളാന്നുണ്ട്, അറിയോ? അങ്ങനെയാണെങ്കിൽ പബ്ബിലേക്കോ, എൻജോയ് ചെയ്യാം. രാജു, ഞാൻ പിന്നീട് വിളിക്കാമേ. ആ സാർ, ദേ വരുന്നു. സാർ, 10 ദിവസമായിട്ട് ഇവിടെ തന്നെ ഇരിക്കുക. ബോറടിക്കുന്നുണ്ട്. ഒന്ന് പുറത്ത് കൊണ്ടുപോ സാറേ. ഇവനെ കൊണ്ട് സാർ, ഒറ്റ തവണ പബ്ബിൽ കൊണ്ടുപോ സാറേ, പ്ലീസ് സാർ. പബ്ബിലേക്കോ? അതെ സാർ. പോകാലോ. നിന്റെ ആഗ്രഹം നടക്കട്ടെ. മമ്മി വീട് കോവ, മൈ ഡാഡി ഫ്രം ഗോവ. അടിവടി വിധത്തൊരു മേനി നീ നോക്കിയിട്ട് പോടെ. വേണേ നീ വണ്ടറടി സ്റ്റെപ്പെല്ലാം കണ്ടുപടി. സ്റ്റൈല് കൊണ്ടു റാണിഞ്ഞ ഫിഗറുത്ത ഹീറോയിൻ സറണ്ടർ. ഐ ആം എ ബ്യൂട്ടി, ഞാൻ മധുര ഫ്രൂട്ടി. നീ ഒന്ന് പോടെ, എനിക്കെന്ത് ബ്യൂട്ടി. I am a beauty, ഞാൻ മധുര ഫ്രൂട്ടി. നീ ഒന്ന് പോടെ, എനിക്കെന്ത് ബ്യൂട്ടി. Okay. പോക്കിരി ഞാനേ മാതളക്കനി. ഓ മൈ ബോഡി ചന്ദന കട്ടി കണ്ണോ മൺമിഴി. ഒത്തിക്കോയ് സ്കോച്ചട അഫുച്ച തെളിയും ടോർച്ച് പോൽ. ഞാനും നീയും മാച്ചട മെയ് പുൽകാൻ വാടാ നീ. അടിപൊളി സ്റ്റൈലേ സ്റ്റൈലേ, ഇതെല്ലാം നേരെ സ്റ്റൈലേ. മനസ്സിൽ അമിട്ട് പൊട്ടി സുഖസുഖാങ്കനെ. അത് മനസ്സിൽ വെച്ചോ, അടവ് വേണ്ട, നീ ഒന്ന് പോടെ പോടെ. ഐ ആം എ ബ്യൂട്ടി, ഞാൻ മയക്കും ബ്യൂട്ടി. എട നീ ഒന്ന് പോടെ, എനിക്കെന്ത് ബ്യൂട്ടി. പോവാൻ ഞാൻ റെഡിയടാ. എന്നെ തൊട്ടുരുമി ഊരു ചുറ്റി പ്രേമിക്കാം. ലക്കടി പോയി എൻജോയ് ചെയ്യാൻ ഞാൻ റെഡിയടാ. അടിപൊളി സ്റ്റൈലേ സ്റ്റൈലേ, ഇതെല്ലാം നേരെ സ്റ്റൈലേ. മനസ്സിൽ അമിട്ട് പൊട്ടി സുഖസുഖാങ്കനെ. അത് മനസ്സിൽ വെച്ചോ, അടവ് വേണ്ട, നീ ഒന്ന് പോടെ പോടെ. ഐ ആം എ ബ്യൂട്ടി, ഞാൻ മയക്കും ബ്യൂട്ടി. എൻ കൂടെ വന്നാൽ ഞാൻ എന്നും ഫ്രൂട്ടി. I am a beauty, ഞാൻ മയക്കും ക്യൂട്ടി. എൻ കൂടെ വന്നാൽ ഞാൻ എന്നും ഫ്രൂട്ടി.
നിനക്ക് വേണ്ടിയാ വന്നേ, നിന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ. ആദ്യം നീ ഇവിടുന്ന് പോ. എനിക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യണം. നിക്ക്, ഞാൻ പറഞ്ഞു കേട്ടാ നീ ദേഷ്യപ്പെടില്ല ഡാർലിംഗ്. എന്താ? എനിക്കൊരു ജാക്ക് പോട്ട് കിട്ടിയിട്ടുണ്ട്. അയാൾക്ക് ഞാനല്ലാതെ വേറെ ആരുമില്ല. ഫുൾ സോൺ പാർട്ടി. നീ ഓക്കെ എന്ന് പറഞ്ഞ നിന്നെ റാണിയെ പോലെ നോക്കിക്കോളാം. റാണിയെന്ന് വെച്ചാ ബെൻസിൽ കേട്ടി ചുറ്റിക്കോ? ബെൻസൊന്നുമല്ല, അതിനും മേലെ. രാജു സാർ, ഇവിടെ എന്താ പരിപാടി? സാർ, ഇതെന്റെ ലവർ റിയ. എടി, ഇതെന്റെ സാറ്, ഒറ്റത്തടിയാ. എടാ, നിന്നെ കണ്ടാലേ ഒരു അലമ്പൻ ലുക്കുണ്ട്. അങ്ങനെയുള്ള നിനക്കൊരു ലവറോ? എന്ത് പറയാനാ, ഇപ്പോഴത്തെ പെമ്പിള്ളേർക്ക് അലമ്പന്മാര് മതി. ശരി, വാ. നീ കൂടുതൽ കളിച്ച കൊന്നുകളയും ഞാൻ. നിങ്ങളൊരു വിശാല ഹൃദയനാ ഗുരുജി. എന്റെ കൂടെ എന്റെ ഗേൾഫ്രണ്ടിന് ഈ വീട്ടിൽ താമസിക്കാൻ ഇടന്നത് നിങ്ങൾ സൂപ്പറാ ഗുരുജി. ഒന്ന് പോടാ, വാ. വെൽക്കം ടു മൈ ഹൗസ്. വൗ. രാജു സാർ, ഇവൾക്ക് റൂം കാണിച്ചു കൊടുക്കും. ഓക്കെ സാർ, വരൂ, വാ, കം. മഹാറാണിക്ക് സ്വാഗതം. എങ്ങനെയുണ്ട് നമ്മുടെ സാമ്രാജ്യം? എല്ലാം നമ്മുടെയാ. എന്താ ഇത്രയും വലിയ വീടായിട്ട് ആരുമില്ലേ? അതേ ഒറ്റയ്ക്കാണോ? അതെ. നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? എന്ത്? അതൊന്നുമില്ലടാ, നീ ഒന്ന് ആലോചിച്ച് നോക്കി. നിന്നെ പറ്റി ഒന്നും അറിയാതെ ഇവിടെ താമസിപ്പിച്ച എന്തെങ്കിലും ഒരു പ്രത്യേക കാരണമില്ലാതെ എങ്ങനെയൊക്കെ ചെയ്യോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ലറിയാ. ഗുരുജി വളരെ നല്ല മനുഷ്യനാ, പോരാത്തതിന് നല്ല സമ്പന്നനും. ഞാൻ ചോദിച്ചതുകൊണ്ടാ ഹെൽപ്പ് ചെയ്യുന്നത്. നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. ഇനി മുതൽ നമ്മൾ ഇവിടെ താമസിക്കാൻ പോകുന്നത്. ശരി, ഇപ്പൊ നീ പുറത്തു പോ. എനിക്ക് ഡ്രസ്സ് മാറണം. സൂപ്പർ. താങ്ക് യു. രാജു എവിടെ? വിളിക്ക്. രാജു, അവിടെ എന്ത് ചെയ്യാ? ലഞ്ച് കഴിക്കാൻ വാ. വരുന്നു. അവനെ കുറച്ചു നാളായിട്ട് നല്ല വിശപ്പില്ല. നീ കഴിക്കും. ഡോക്ടർ മാഡം, ഇതെന്റെ മൂത്ത മോളാ മുത്തുലക്ഷ്മി. അവൾ ഇവിടെ ജനിച്ചത്. ഇതെന്റെ രണ്ടാമത്തെ മോള് രാമലക്ഷ്മി. ഇവള് ഇവിടെ തന്നെ ജനിച്ചത്. അതിനുശേഷം ഇവള് അനന്തലക്ഷ്മി ഇവിടെയാണ് ജനിച്ചത്. ഇത് നിങ്ങളുടെ നാലാമത്തെ മോള് അഷ്ടലക്ഷ്മി. ഈ മോളും ഇവിടെ തന്നെയാ ജനിച്ചത്. ഇപ്പൊ എന്താ പ്രശ്നം മുത്തയ്യ? അതൊന്നുമില്ല മാഡം. ഈ പ്രാവശ്യമെങ്കിലും ഒരു കുഞ്ഞു മുത്തയ്യയെ എനിക്ക് കിട്ടുന്ന പോലെ ഒന്ന് നോക്കും മാഡം. പ്ലീസ് മാഡം. മുത്തയ്യ, നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ, ഏർലി മാരേജും ഏർലി ഡെലിവറിയും കൊണ്ട് നിങ്ങളുടെ ഭാര്യയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിട്ടിരിക്കുക. അവളിനി ഒന്നുകൂടെ പ്രഗ്നന്റ് ആയ ജീവന് തന്നെ ആപത്താണ്. എനിക്കൊരു അവകാശം കിട്ടുന്ന പോലെ ചെയ്യും മാഡം. പിന്നെ അവൾ ഉണ്ടായാലെന്താ ഇല്ലേലെന്താ? ഇവനെ ഒന്ന് കൊന്നുകളയാൻ തോന്നുന്നുണ്ട്. നിങ്ങളുടെ ചികിത്സ നിങ്ങൾ നോക്കിക്കോളൂ. ബാക്കി കാര്യം ഞാൻ ഏറ്റു മാഡം. മിസ്റ്റർ മുത്തയ്യ, നിങ്ങളൊരു ഡോക്ടറോട് സംസാരിക്കേണ്ട കാര്യങ്ങളാണോ ഇതൊക്കെ? അല്ല പിന്നെ, നിങ്ങൾ മാത്രമാണ് ഈ ലോകത്ത് ഡോക്ടറാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. എനിക്കും വേറെ ഡോക്ടർമാരെ അറിയാം. എഴുന്നേക്കടി, പോകാം. വാ. ഈ മക്കളെ വളർത്താൻ തന്നെ അദ്ദേഹത്തിന്റെ വരുമാനം തികയുന്നില്ല. എന്നാൽ അയാൾക്ക് ഒരു കുട്ടിയുടെ വേണം എന്നാ പറയുന്നേ. അതും ആണായിരിക്കണം എന്ന്. അങ്ങനെയാണെങ്കിൽ ആ പിറക്കാൻ പോകുന്ന കുഞ്ഞും ഈ മക്കളെ പോലെ പട്ടിണി എടുക്കേണ്ടി വരും. ദയവ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരൂ ഡോക്ടർ. ഈ നാട്ടിലെ സ്ത്രീകളെ മാതാപിതാക്കളും ഭർത്താക്കന്മാരും കൂടി മാനിച്ചില്ലെങ്കിൽ പിന്നെ ആര് മാനിക്കും? അച്ഛനെ വിളിക്കും മോളെ. എനിക്കറിയാം ഡോക്ടർ, ഞാൻ വേറെ ഡോക്ടറെ അടുത്ത് പോകുന്നാണല്ലേ നിങ്ങളുടെ പേടി. പറയൂ, മരുന്ന് തരോ, ഇഞ്ചക്ഷൻ തരോ, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യോ? പറയൂ. ഓപ്പറേഷൻ ചെയ്യാമേ, വന്നോളൂ. അകത്തേക്ക് വന്നോളൂ. സക്സസ്.
അയ്യോ, എടി ഡോക്ടറെ, എന്താണ് നീ എന്നോട് ചെയ്ത? എന്നെ വന്ധ്യകരണം ചെയ്താ? നിന്റെ ഹോസ്പിറ്റലിൽ ഞാൻ പൂട്ടിക്കോടി. അമ്മ, അയ്യോ, കോൺസ്റ്റബിൾ സർ. ആ ബുക്ക് കൊണ്ടുവരൂ. ഓക്കെ സർ. സ്വാമിജി പറഞ്ഞ പോലെ ആ കോട്ട അത്ര ഡേഞ്ചറസ് ആണോ? എങ്ങനെയെങ്കിലും അമാവാസിക്കുള്ളിൽ കോട്ടക്കുള്ളിൽ കടക്കാനുള്ള ഒരു ക്ലൂ കിട്ടണം. ഗുഡ് മോർണിംഗ് സാർ. യാ, ഗുഡ് മോർണിംഗ് സൂര്യ. നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യം പറയാനാണ് വന്നത് സാർ. എന്താ അത്? ഇത് പറയുന്നതിനേക്കാളും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഐ സി. ഇരിക്കൂ. സൂര്യ, എന്താ ഇത്? ഓപ്പൺ ചെയ്ത് നോക്കൂ സാർ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഏത് കോട്ടയ്ക്ക് വേണ്ടി ഞാൻ അന്വേഷണം നടത്തിയോ, ഏത് സ്വപ്നങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരുന്നോ, ആ സ്വാമി പറഞ്ഞതെല്ലാം അതേപടി ഈ പുസ്തകത്തിലുണ്ട്. വളരെ ഭംഗിയായി എഴുതിയിരിക്കുന്നു. ഇപ്പോൾ ആ കോട്ടക്കുള്ളിലേക്ക് പോകാൻ എനിക്കൊരു ക്ലൂ കിട്ടിയിരിക്കുക. താങ്ക് യു സോ മച്ച് സൂര്യ. എന്നേക്കാൾ കൂടുതൽ നീയാണ് റിസർച്ച് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് എ ഗ്രേറ്റ് സക്സസ്. ഇതിലിപ്പോൾ ഞാനും ചെയ്തിരിക്കുന്നു സാർ. ഒരു ഫ്രണ്ടായ എൻ്റെ കടമയല്ലേ സാർ. എൻ്റെ ഫ്രണ്ട്സ് വഴി ആ പാക്കാല കോട്ടയെപ്പറ്റി ഒരു എഴുത്തുകാരൻ ഒരു പുസ്തകം എഴുതിയെന്നറിഞ്ഞിട്ട് അത് താങ്കൾക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതിയിട്ടാ ഈ ബുക്ക് കൊണ്ടുവന്ന് തന്നത്. താങ്ക്സ് സൂര്യ, താങ്ക് യു. ഇപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ഫൈനലി ഐ ഗോട്ട് എ ക്ലൂ. ഇന്ന് പുലർച്ചെയാണ് യുവാവിന്റെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ഒരു മാസമായി കാണാനില്ല എന്ന് പറഞ്ഞ യുവാവിന്റെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്താ ഗുരുജി രാവിലെ തന്നെ ഈ ക്രൈം ന്യൂസും കണ്ടുകൊണ്ടിരിക്കുന്നത്? ഈ മീഡിയക്കാരുടെ കാര്യം പറഞ്ഞ ചെറിയ കാര്യം പോലും ഊതിപ്പെരിപ്പിക്കും. കാണിക്കാനുള്ളത് മാത്രം ഒരിക്കലും കാണിക്കില്ല. ഈ ജനങ്ങളുടെ മൈൻഡ് സെറ്റ് ഈ ന്യൂസ് ചാനലുകാർ വിറ്റ് കാശാക്കും. ഇറ്റ്സ് എ ബിസിനസ്. ആ ഗുരുജി ആ റിമോട്ട് ഇങ്ങനെ വന്നേ. പോലീസ് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ മാത്രം പ്രശസ്തിയായിരുന്ന ഈ സുന്ദരിയായ ഗായിക ഇപ്പോൾ ലോക പ്രശസ്തിയായിരിക്കുകയാണ്. യുവാക്കളുടെ ഹരമായിക്കൊണ്ടിരിക്കുന്നു. പ്രശസ്ത പോപ്പ് സിംഗർ റൂബി ഇപ്പോൾ ഗണ്ടിപ്പേട്ടയിൽ ഒരു ഷൂട്ടിങ്ങിന് തിരക്കിലാണ്. എന്താ സാറേ, വയസ്സാണെങ്കിൽ ഓൾഡ് ഏജും ടേസ്റ്റ് ആണെങ്കിൽ ടീനേജോ? എന്താ അങ്ങനെ നോക്കുന്നത്? ഇഷ്ടപ്പെട്ടോ? നിനക്ക് അവളെ അറിയാവോ? ഇവിടെ ആർക്കാ സാറേ അറിയാത്തെ? വലിയ പോപ്പ് സിംഗറാ, അടിച്ച് കസറും, ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ട് സാർ. ഓ അങ്ങനെയാ. ഇപ്പൊ അവരെവിടെ ഉണ്ടാവും? എന്താ ഗുരുജി ആദ്യ കാഴ്ചയിൽ തന്നെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. രാജു, അവളിപ്പോ എവിടെ ഉണ്ടാകും? ഇവിടെ അടുത്തെവിടെ ഷൂട്ടിങ്ങിലാണെന്ന് തോന്നുന്നു ഗുരുജി. അങ്ങനെയാണെങ്കിൽ അവിടെ വരെ വേഗം എത്തണം. വാ, അനിതാ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്ക്. ശരി സർ. എന്താണോ എന്തോ, ഗുരുജി നല്ല സ്പീഡാണല്ലോ ആള്. നിക്ക് എന്റെ കോഫി. താങ്ക് യു. നെല്ല നെല്ല ചുളക്കാട്ട് താളം തുള്ളി പട്ടുമൂളി കുട്ടും കൂടി തൊടിയും കൊട്ടി തെയ്താരേ. കുറ്റമലയെ ചാടിക്കേറും കാടും മേടും താണ്ടിപ്പോകും ഞങ്ങളെല്ലാം പൊളിയാണെന്ന് മച്ചാരേ. ഐ ആം എ ബ്യൂട്ടിഫുൾ, ഒത്തിരി തോട്ടി ഞാൻ കാണും കനവുകൾ ഞാൻ ബ്യൂട്ടി. താന താന തന പാടി പാടി മേലെ സ്റ്റൈല് കാട്ടും നമ്മൾ ഈ വേള. I'm the star, superstar, I'm the universal star. I'm the fire, beautiful, turning the world in mister. It's the queen, y'all. I am decisions, I don't want no opinions. Call
calling all the shots and I don't need nobody's permission. ആനന്ദ ചിറകേറിടാം തകിടതോം താതയ്യാര മനസ്സുകളെ തിമിർതോം പാടാം ആമോദിക്കാം. മഴനൂലിൻ രസവും കാണാം കുളിരോലും മഴയിൽ നനയാം ചന്തത്തിൽ ചൂളമടിച്ച് അടിപൊളിയാക്കാം. ആവേശം തത്തി തത്തി താരുടലിൽ പുളകം ചാർത്തി ഒന്നിച്ചൊന്നായി തുള്ളാം വാടേ വാടേ. Understand, superstar, I'm the universal star. I'm the fire, beautified, ഞാൻ ഇന്ന് വേൾഡിൽ മിസ്റ്റർ. തോൽക്കാൻ തെല്ലും മനസ്സില്ല അഴകിൽ ഞാനൊരു ഹീറോയിൻ. ഞാൻ സെക്സി ഫിഗർ അടിപൊളിയാ ഷോയല്ലേടാ. ഞാൻ സ്റ്റൈലിൽ പോയാലെന്ന് ജലസൊന്നും തോന്നേണ്ടാർക്കും. തന്നിഷ്ടം ചെയ്താലെന്ത് ഞാനിങ്ങനെയാ. വേൾഡെല്ലാം കഷ്ടം കഷ്ടം ഞാൻ എന്തൊരു സൂപ്പർ സൂപ്പർ. സന്തോഷം വേണേൽ നീയും വരികൻ ഗൈസേ. Understand, superstar, I'm the universal star. I'm the fire, beautified, ഞാൻ ഇന്ന് വേൾഡിൽ മിസ്റ്റർ. ഹലോ Hello. പ്ലീസ് ബി സീറ്റഡ്. താങ്ക് യു. 2 കോഫി പറയും. ഓക്കെ. എന്ത് പ്രോഗ്രാമാ? പ്രോഗ്രാം അല്ല, ആക്ടിങ്. അയ്യോ, കാശ്മീർ ആപ്പിൾ പോലെ ഉണ്ടല്ലോ. ഓ, ഹീറോ ആരാ? വേറെ ആര്? ഞാൻ തന്നെ. ഇതൊരു ലൈഫ് കോൺസെപ്റ്റ്. എന്തായാലും ആക്ടിംഗ് അല്ലേ. ബട്ട് എന്റെ കോൾ ഷീറ്റ് എക്സ്പെൻസീവ്. അയ്യോ, മൈ കോസ്റ്റ്യൂംസ്, മൈ ക്യാപ്, സ്റ്റഫ് എല്ലാം നിങ്ങൾ തന്നെ നോക്കണം. എല്ലാത്തിനും ഓക്കെ. എന്ത്? ഈച്ച് കോൾ ഷീറ്റ് 1 lakh. നോ പ്രോബ്ലം. ബട്ട് ഒരു സ്മോൾ കണ്ടീഷൻ. നമ്മുടെ ഇടയിലുള്ള ഈ കാര്യം നമ്മൾ മാത്രമേ അറിയാവൂ. ഓക്കെ. ദെൻ രാജു പറയൂ ഗുരുജി. ഇവനെന്റെ സാറിന്റെ അസിസ്റ്റന്റ്. സാറിനെല്ലാം ഞാൻ തന്നെ. അയ്യോ, ഞാൻ തന്നെ പരിചയപ്പെടുത്തിയത് നന്നായി. ഇല്ലെങ്കിൽ വല്ല ഡ്രൈവറിനോ ക്ലീനറിനോ പറഞ്ഞ് നാണം കെടുത്തിയനെ. ഹായ്. ചെക്ക് ബുക്ക് ഇതാ. എന്റെ ദൈവമേ, 50 ലക്ഷോ? എങ്ങനെയാടി മൈക്കി എടുത്തത്? ഇക്കണക്കിന് സാറ് സ്വത്തെല്ലാം വിൽക്കുന്ന മട്ടുണ്ടല്ലോ. ദിസ് ഈസ് എ ചെക്ക് ഫോർ 50 lakhs. താങ്ക് യു. ഓക്കെ, വി വിൽ മീറ്റ് യു സൂൺ. ഡെഫിനറ്റ്ലി, വിത്ത് പ്ലഷർ. താങ്ക് യു. ബൈ. ബൈ ബൈ. 50 ലക്ഷം ഒറ്റയടിക്ക് വിഴുങ്ങില്ലേടി ഗോവിന്ദ. വഴിയിൽ ഏതെങ്കിലും ഹോട്ടൽ കണ്ടാൽ നിർത്ത്. ഹോട്ടൽ മാത്രം മതിയോ അതോ വേറെന്തെങ്കിലും? എടാ, എൻ്റെ അടുത്ത് ലൈസൻസ്ഡ് ഗണ്ണുണ്ട്. അയ്യോ, എനിക്ക് ജീവനിൽ പേടിയുണ്ട് ഗുരുജി. അടിപൊളി മൂടാണല്ല. കുടിക്കടാ. എൻ്റെ കാര്യത്തിന് ഇവൻ സൂട്ടാകുവോ ഇല്ലയോ? മിസ്റ്റീരിയസ്. നല്ല വൈബടാന്ന്. കുടിച്ചിട്ട് ഇങ്ങനെ ലൈസൻസ് കാണിക്കുന്നു. എടാ, നീ അവന്മാരൊന്നും ശ്രദ്ധിച്ചേ. അവന്മാരെല്ലാം വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിക്കുക. അതിന് നമുക്കെന്താ ഗുരുജി? ഇവന്മാരൊക്കെ കാരണം ഇവിടെ ആക്സിഡന്റ് ഉണ്ടാവുന്നു. ആരാ നമ്മുടെ വണ്ടിക്ക് റോസിട്ട് വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിച്ച ചത്തു പോടാ. എടാ രാജു, പിടിക്കണവനാ. എന്റെ ഭഗവാൻ, യോമരുടെ കയ്യിലാണ് ചെന്നത്.
അവന്മാര് വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നതിന് നിങ്ങൾക്ക് എന്താ ഗുരുജി? ഇപ്പൊ ഞാൻ പോയി പെട്ടില്ലേ? പിടിച്ചോണ്ട് പോണവനെ. ഒന്ന് നന്നായി ജീവിക്കാന്ന് വെച്ചാൽ അവന്മാര് സമ്മതിക്കില്ല. ആരാന്ന് വെച്ചാ ഇപ്പൊ വാടാ. അടിക്കടാ. വാടാ മോനെ. എടാ, ഡീപ്പായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. വണ്ടിയിലാണെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് കൂടിയില്ല. വാ, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവാം. ഒന്ന് പോയേ സാറേ, ഞാൻ ഇതേപോലെ എത്ര കണ്ടേക്കുന്നതാ. ഒരു ബാൻഡേജ് ഒടിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പരിപാടി കഴിഞ്ഞു. എല്ലാം അറിയുന്ന നീ വലിയ പ്രശ്നവും ചെറിയ പ്രശ്നവും തിരിച്ചറിയാത്ത എന്താ? ഗുരുജി, അവളുടെ അച്ഛൻ ഇവന്മാരുടെ കയ്യിൽ നിന്ന് ഒരു 50,000 രൂപ കടം വാങ്ങി. അത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തോണ്ടാ ദുർഗ അവളെ കെട്ടുന്നും പറഞ്ഞാൽ നടക്കണേ. അതുകൊണ്ടാ അവളെ അവളുടെ അച്ഛനെ ഞാൻ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ച് സേവ് ചെയ്തത്. അതാ കലിപ്പ്. അന്ന് മുതൽ ഒരു വണ്ടി എടുത്ത് എന്റെ പിന്നാലെ വരാൻ തുടങ്ങിയത്. ഇതുവരെ നിർത്തിയിട്ടില്ല. ആ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. രക്തം കുറെ പോകുന്നുണ്ട്. വാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. ആ ശരി, പോകാം ഗുരുജി. Come on. എടാ, നീ കുരുത്തക്കെടൊന്നും കാണിക്കല്ലേ? കൈ അനക്കാതെ. എന്തു പറ്റി? കുറച്ച് എമർജൻസിയാ സിസ്റ്റർ. കൈ മുറിഞ്ഞ് കുറെ ബ്ലഡ് പോകുന്നുണ്ട്. സോറി സർ, ഡോക്ടർ ഇല്ല. ഡോക്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇവിടെ പണി? നിന്നെ പോലെയുള്ളവർ വന്നാ പറയാനോ? ആ ജോലിക്ക് നിങ്ങൾ എന്തിനാ ഡോറ് ലോക്ക് ചെയ്തിട്ട് പോയാ പോരെ? കയ്യേ മുറിഞ്ഞുള്ളൂ, നാക്കും കൂടി മുറിഞ്ഞാ നന്നായിരുന്നു. ഏയ് പ്ലീസ് സർ, പറയുന്നൊന്ന് മനസ്സിലാക്കൂ സർ. റാണി സുലോചന ദേവി. ഇയാളെന്തിനാ പെണ്ണുങ്ങളെ കാണുമ്പോ ഇലക്ട്രിക് പോസ്റ്റ് പോലെ നിൽക്കുന്നേ? ഗുരുജി, സാർ ഒരു ചാൻസ് കൂടി. സാർ അത് പിന്നെ പവിത്രമായ വൈദ്യവൃത്തി ചെയ്യുന്ന നിങ്ങൾക്ക് നുണ പറയാൻ നാണമില്ലേ? ഡോക്ടറെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. നീ വാടാ. സാർ സാർ സാർ, മാഡം കുറച്ച് ഡിസ്റ്റർബിലുള്ളൂ സർ. നിന്റെ ഹോസ്പിറ്റലിൽ ഞാൻ പൂട്ടിക്കോടി. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് സർ. എന്തു പറ്റി ലക്ഷ്മി? അതൊന്നുമില്ല മാഡം, ചെറിയൊരു മുറിവാ. ടയർ മാറ്റുമ്പോ ജാക്കി കൊണ്ട് കൈ മുറിഞ്ഞതാ. അയ്യടാ, അങ്ങനെയൊന്നുമില്ല. ചെറിയ അടിപിടിയിൽ മുറിഞ്ഞതാ. ജസ്റ്റ് മിസ്.
നിങ്ങളല്ലേ ഗുരുജി പറഞ്ഞത് ടീച്ചർമാരോടും വൈദ്യരോടും കളവ് പറയരുതെന്ന്? അതുകൊണ്ടാ പറഞ്ഞത്. സ്റ്റിച്ച് ഇടണം, റെഡിയാക്കിക്കോ. ഓക്കെ മാഡം. എന്റെ ഗുരുജിക്ക് മെഡിക്കൽ കൗൺസിലിൽ നിറയെ സുഹൃത്തുക്കളുണ്ട് മാഡം. ഷുവർ അല്ല, 100% ഷുവർ. എടാ, എന്നെ നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കൊടുക്കല്ലേ. നിങ്ങളുടെ നോട്ടത്തിന്റെ കള്ളത്തരം എനിക്കറിയാം ഗുരുജി. പ്ലീസ് സർ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം. എത്ര പൈസ ചോദിച്ചാലും ഞാൻ തരാം സർ. ഈ പ്രോബ്ലത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കൂ സർ, പ്ലീസ് സർ. ബട്ട് ഒരു 10 ദിവസം ഞാൻ പറയുന്ന ആൾക്ക് മാനസിക ചികിത്സ നൽകണം. സർ, ബട്ട് ഐ ആം നോട്ട് എ സൈക്യാട്രിസ്റ്റ്. സാരമില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇതെന്റെ വിസിറ്റിംഗ് കാർഡാ. എത്രയും പെട്ടെന്ന് എന്നെ വന്നൊന്ന് കാണൂ. മാഡം എല്ലാം റെഡിയാണ്. പ്ലീസ് കം. ഗുരുജി, ഇത്രയും സ്റ്റാറ്റസ് ഉണ്ടായിട്ടും നിങ്ങളെന്താ കല്യാണം കഴിക്കാത്തത്? നിങ്ങൾക്ക് ലവ് സ്റ്റോറി ഉണ്ടല്ലേ, അതോ ഫെയിലിയറോ? അതൊന്നുമല്ല. അപ്പൊ എന്തോ ഉണ്ട്. ഇപ്പൊ പറഞ്ഞേ പറ്റൂ. ഒന്ന് പറയൂ ഗുരുജി. ഇപ്പൊ അതൊക്കെ എന്തിനാടാ? നീ പോയി ഫ്രഷ് ആകും. ആയിക്കോട്ടെ. Its total planning is രാജു. അത് ഇവിടെ കോൺസെൻട്രേഷൻ ഇപ്പൊ വേണ്ടത് ഇവിടെയാ. ഓക്കെ ഓക്കെ സാർ. സർ, കോഫി. റിയ എവിടെയാ ഉള്ളത്? മോളിലുണ്ട് സർ. ഒന്ന് റിയ വിളിക്ക്. ഓക്കെ സർ. റിയ, നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നീയും രാജുവും ഫ്രണ്ട്സാ അതോ നിങ്ങൾ പ്രണയത്തിലാണോ? രാജുവിനെ പറ്റി എത്ര പറഞ്ഞാലും മതിയാവില്ല സർ. മൈ ബെസ്റ്റ് പാർട്ട്ണർ. ഫസ്റ്റ് ടൈം അവൻ എൻ്റെ ലൈഫിലേക്ക് വന്നപ്പോൾ രാജുവിൻ്റെ കണ്ണുകളിൽ സ്നേഹം ഉണ്ടായിരുന്നു. അവൻ്റെ സ്നേഹത്തിൽ സത്യമുണ്ട്. അതാണ് എനിക്കിഷ്ടം. നോക്ക് റിയ, നിങ്ങളുടെ പ്രണയം സത്യമാണെങ്കിൽ നിങ്ങൾക്ക് കല്യാണം കഴിക്കാം. പക്ഷേ ലൈഫ് സെറ്റിലാകണമെങ്കിൽ ഒരു ലക്ഷ്യമുണ്ടാകണം. പക്ഷെ രാജുവിന് അങ്ങനെയൊന്നുമില്ല. രാജു വിചാരിച്ച എന്തും സാധിക്കും സർ. പക്ഷേ വിജയം നേടണമെങ്കിൽ ലക്ഷ്യം മാത്രം പോരാ, ഏകാഗ്രതയും ആവശ്യമാണ്. നിനക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വിളിച്ചോ മേഡം? ഒരു കോഫി ഇട്ട് തരാവോ? ശരി മേഡം. ഹായ് ഡാർലിംഗ്. ഹായ്ഡാ. എന്താ ഡള്ളായിരിക്കുന്നേ? അങ്ങനൊന്നുമില്ല. പെണ്ണുങ്ങൾ എന്തെങ്കിലും ഇല്ലെന്ന് പറഞ്ഞാ ഉണ്ടെന്ന അർത്ഥം. എന്താന്ന് പറ. നമുക്ക് കല്യാണം കഴിച്ചാലോ? കല്യാണം കഴിക്കണമെങ്കിൽ ആദ്യം നമ്മൾ സെറ്റിൽ ആവണം. അതിന് കുറച്ച് സമയമുണ്ട്. ഗുരുജി ഒരു നിധി അന്വേഷണത്തിലാ. ആ നിധി നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സെറ്റിലാ. ഞാനും വരാം. ഞങ്ങൾ പോകുന്ന സ്ഥലം അത്ര സേഫ് അല്ല. അതൊരുപാട് റിസ്ക് ഉള്ള ജോലിയാണ് റിയ. അത്രയ്ക്ക് റിസ്ക് ആണെങ്കിൽ നീയും പോണ്ട പ്ലീസ്. ബട്ട് നമ്മൾ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. നീ നമ്മുടെ കല്യാണത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യേ. നീ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ഞാൻ കല്യാണ ചെക്കനെ നിന്റെ മുന്നിൽ വരും. I love you, Raju. Love you, Riya. ശരി, ഓക്കെ. ശ്രദ്ധിക്കണം ഡാർലിംഗ്, മൈ സ്വീറ്റ് ഹാർട്ട്. ഹായ് റിയ. രാജു, എന്തു പറ്റി അവൾ അങ്ങനെ പോകുന്നു? ഒന്നുമില്ല ഗുരുജി, അവളുടെ അച്ഛന് കുറച്ച് സീരിയസാ, അതുകൊണ്ട് പോകുന്നതാ.
എന്താ ഫോൺ ഇങ്ങനെ റിജക്ട് ചെയ്യുന്നേ? എന്തായിരിക്കും? ഓ, ഗുരുജി ചൂട് ചൂട് കോഫി. ഓ താങ്ക് യു. ഏയ് മേഡം മേഡം, നിങ്ങളെന്താ ഇവിടെ? ഒന്ന് പോടാ. താങ്ക്സ് ഫോർ കമ്മിങ് റൂബി. ആക്ച്വലി നിങ്ങളുടെ പ്രോബ്ലം എന്താ സർ? വന്ന് ഡിസ്കസ് ചെയ്തു, ചെക്ക് ഒന്ന് വരാൻ പറഞ്ഞു. അതിനുശേഷം നിങ്ങൾ എത്ര തവണ വിളിച്ചു? എല്ലാം റോങ് നമ്പർ ആണ് സർ. അങ്ങനെ സംഭവിക്കില്ലല്ലോ. റോങ് നമ്പറോ? ഒരു തവണയല്ല സർ, 100 തവണ വിളിച്ചു. കുറെ നാളായി എന്റെ ഫോൺ രാജുവിന്റെ കയ്യിലാ ഉള്ളത്. ദൈവമേ, ഇവളിപ്പോ എന്നെ കൊടുക്കൂ. അങ്ങനെ സംഭവിക്കാൻ വഴിയില്ലല്ലോ. എന്തോ മിസ്കമ്മ്യൂണിക്കേഷൻ ആണെന്നാ തോന്നുന്നത്. എന്താ രാജു? ആ അതെ ഗുരുജി, അതെ അതെ. മേളിൽ നിന്നോ പോവുകയും ചെയ്തു, താഴെ വീഴുകയും ചെയ്തു. ആണിങ്ങി വന്നേക്കുവാ. മേഡം നിങ്ങൾ ഒരുപാട് ദൂരത്തുനിന്ന് വന്നല്ലേ? ഇരിക്കുന്നേ. ഓ വെൽക്കം ഡോക്ടർ. എന്താ സാർ ഇങ്ങനെ? വരാൻ പറഞ്ഞു, കോൾ ചെയ്യാൻ പറഞ്ഞു. കോള് ചെയ്യുമ്പോ ആണെങ്കിൽ എടുക്കൊന്നുമില്ല. എന്റെ ലൈസൻസ് ആണെങ്കിൽ ക്യാൻസലും ചെയ്തു. എന്റെ ഹോസ്പിറ്റലാണെങ്കിൽ അവർ അടച്ചുപൂട്ടി. ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സാർ. രാജു സെയിം ടു സെയിം ഗുരുജി. മേളിന്ന് പോയി താഴെ വീണു, അത്രേ ഉള്ളൂ ഗുരുജി. ഓ നിന്നെ കൊണ്ട് വലിയ തലവേനായല്ലോ. അവർക്കുള്ള മുറി കാണിച്ചു കൊടുക്ക്. ഓക്കെ ഗുരുജി. മാഡംസ് നടക്കൂ. നടക്കുന്നേ. ഇതൊരു നടക്കി പോകുന്നു തോന്നണില്ല. മേ കമ്മിങ് സർ? യെസ് കമ്മിങ്. ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. താങ്ക് യു സർ. എന്താ ഹരഗോപാൽ ഈ വഴിക്കൊക്കെ? സാർ നിങ്ങളോട് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. യാ ടെൽ മീ. സർ, ആ പാക്കാലക്കോട്ടയുമായി ബന്ധപ്പെട്ട ഒരു ബുക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ബുക്ക് സ്റ്റഡി ചെയ്തപ്പോൾ ആ കോട്ടയുമായി ബന്ധപ്പെട്ട കുറേ ഇൻഫർമേഷൻ അതിലുണ്ട്. എല്ലാ ഇൻഫർമേഷനും എടുത്ത് സൂക്ഷിച്ചു വെക്കണം. ആ ബുക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ കോട്ടക്കുള്ളിലിരിക്കുന്ന നിധി വളരെ ഈസിയായി പുറത്തു കൊണ്ടുവരാം. എന്തിന്? ജനങ്ങൾക്ക് പങ്കുവച്ചു കൊടുക്കാനോ? ഞാൻ അതിനുവേണ്ടി ഒരു ടീമിനെ റെഡിയാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവൻ പോകാൻ റെഡി ആയതുപോലുണ്ടല്ലോ. ഇതൊന്നും നമ്മുടെ ഗവൺമെൻറ് അനുവദിക്കില്ല. പ്ലീസ് സർ. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനാവശ്യമായ സപ്പോർട്ട് തരില്ല. സർ, ആ നിധി മുഴുവൻ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ നാട്ടിലെ ദാരിദ്ര്യം മുഴുവൻ മാറിക്കിട്ടും സാർ. എനിക്ക് ഈ കാര്യത്തിൽ ഗവൺമെൻറ് അനുമതി തന്നാലും അനുമതി തന്നില്ലെങ്കിലും ഈ ഓപ്പറേഷൻ ഞാൻ വിജയകരമായി പൂർത്തിയാക്കും സാർ. നീ ഇത്രയും തീരുമാനമെടുത്തതിന് ശേഷം പിന്നെ എൻ്റെ അടുത്ത് എന്തിനാ വന്നേ? അതിന് സാറിൻ്റെ സപ്പോർട്ട് വേണം. നമ്മുടെ നാടിനു വേണ്ടിയുള്ള പ്രയത്നങ്ങളിൽ പങ്കാളിയാകുന്നതിന് ഞാൻ എപ്പോഴും ഒരുക്കമാണ്. എൻ്റെ സപ്പോർട്ട് എപ്പോഴും നിങ്ങൾക്കുണ്ടാകും. താങ്ക് യു സാർ. വരട്ടെ. ഒരു നിമിഷം ഹരിഗോപാൽ. സർ, നിങ്ങൾ ഇനി വയ്ക്കാൻ പോകുന്ന ഓരോ ചുവടുകളും നോക്കി സൂക്ഷിച്ചു വെക്കണം. ശരി സാർ. ഹലോ ഡോക്ടർ. എന്താ കാര്യം? ഹരഗോപാൽ ഇവിടെ വന്നിരുന്നു. എനി അപ്ഡേറ്റ്സ്? ഇന്ന് തന്നെ തുടങ്ങാൻ പോകുകയാണ്. ഓക്കെ. അവരൊരു ടീം ഫോം ചെയ്തിട്ടുണ്ടെന്നാണ് അയാൾ പറഞ്ഞത്. ഡോണ്ട് വറി. നീ ലൊക്കേഷൻ എനിക്ക് അയച്ചതാ. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. താങ്ക് യു ഡിയർ. നിങ്ങൾ അത്ഭുതപ്പെടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ഡൗട്ട് ഞങ്ങൾക്ക് ഈ മിഷനിൽ എന്താ ബന്ധമുള്ളത്, അങ്ങനെയല്ലേ? അതെ ഗുരുജി. തീർച്ചയായിട്ടും ബന്ധമുണ്ട്. അതേത് വിധത്തിലെ ബന്ധമാണെന്ന് പറഞ്ഞാൽ ഗുരുജി, അപ്പൊ ഞാനോ? ഇപ്പോഴും നിന്റെ ക്യാരക്ടർ എന്താന്നുള്ളതിനൊരു നിശ്ചയമില്ലല്ലോ. സിറ്റുവേഷൻ നോക്കി ഫോളോ ചെയ്യും. അപ്പൊ നമ്മൾ എപ്പോഴാണ് പുറപ്പെടുന്നത് ഗുരുജി? ഇപ്പൊ തന്നെ. മഹേഷ് സാർ, സാറ് ചോദിച്ച പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് ആ ആക്ച്വൽ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ അടുത്ത് ആ മിനിസ്റ്റർ അയാളുടെ സെക്കൻഡ് വൈഫിന്റെ മകൻ അമറിന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുകയാണ് സാർ. വായ്. ആദ്യ ഭാര്യയിൽ മക്കളില്ലേ? സാർ, കുറച്ചു നാൾ മുമ്പാണ് മന്ത്രിയുടെ ആദ്യ ഭാര്യയുടെ മകൻ
ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയെന്നും അത് മർഡറാണെന്നും എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. മർഡറോ? അതാരാ ചെയ്തേ? ക്ലൂ ഇല്ലാതെ ആരോ കൊന്നെന്ന് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. ഹലോ സാർ. ഈ 28-ാം വയസ്സിൽ നിനക്ക് ആ മാതാപൂരിലെ പ്രോപ്പർട്ടി ആവശ്യമുണ്ടോ? സൂക്ഷിച്ച് സംസാരിക്കൂ സാർ. സംസാരത്തിൽ വേണമെങ്കിൽ സൂക്ഷിക്കാനെയാ, എന്നാ കത്തിക്കാണ് ഒട്ടും അറിയാത്തത്. ഇപ്പോ ആ ക്രൈം ത്രില്ലറൊക്കെ നമുക്ക് തന്നെയാ. പക്ഷേ മിനിസ്റ്റർക്ക് ഫോൺ ചെയ്ത് ഇപ്പോ ഉള്ള മകന് ജീവൻ വേണമെങ്കിൽ ആ പ്രോപ്പർട്ടി എന്റെ പേരിൽ എഴുതി വെക്കാൻ പറ. ഗോട്ട് ഇറ്റ്? ഓക്കെ സാർ. ഓക്കെ, ഞങ്ങൾ നോക്കിക്കോളാം സാർ. സോറി സാർ. നീ ഒന്ന് അടങ്ങ്. ഓക്കെ സാർ. മഹേഷ് സാർ. ഹായ് സൂര്യ, നിനക്കൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. ഹരഗോപാലും അവന്റെ ടീമും പാക്കാലക്കോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, യു നോ വാട്ട് ടു ഡു? കലികാലമെരിയണൊരു തീക്കുണ്ടം, സാഗരമത് ഇരമ്പുന്ന മൃതിയതു വരുന്നേ വേൽത്തുമ്പായി, വേഗം പായണ റോക്കറ്റായി. ഓ പടയോട്ടം, it's a roar. പോരാടാം, it's calm. This is the time for pain. കലികാലമെരിയണൊരു തീക്കുണ്ടം, സാഗരമത് ഇരമ്പുന്ന മൃതിയതു വരുന്നേ വേൽത്തുമ്പായി, വേഗം പായണ റോക്കറ്റായി. നീരൊഴുക്കിൻ മണിക്കിലുക്കം, സിംഹം പോൽ ഗർജനമായി, ചിത്തം പോലും ആയുധമായി, അസുരരോ പോകുകയായി, ഉയരുകയായി വാനോളം കഷ്ടതകൾ ഇഷ്ടങ്ങളായി, ഉയരുകയായി വാനോളം കഷ്ടതകൾ ഇഷ്ടങ്ങളായി, മണ്ണോട് മണ്ണായി തീരുന്ന സാക്ഷ്യങ്ങൾ. കലികാലമെരിയണൊരു തീക്കുണ്ടം, സാഗരമത് ഇരമ്പുന്ന മൃതിയതു വരുന്നേ വേൽത്തുമ്പായി, വേഗം പായണ റോക്കറ്റായി. പുലുമുരുളുന്നൊരു ശ്രാണോ, വിറകൊണ്ടൊരു കാടെന്നോ, ചക്കി പരുന്ന് പറന്നേറി കച്ചിത്തിരുമ്പ് കാണാതെ അപമാനത്തിൽ അലയുന്നേ, ചെരുപ്പും തേഞ്ഞു പോയെന്നേ, വെറുതെ അലഞ്ഞത് അപമാനമോടെ, കണ്ണുനീര് കല്ലായി പോയി, ലോകമാകെ പതിരായി, ലോകമാകെ പതിരായി, ലോകമാകെ പതിരായി. കഥയല്ല കളവല്ല, ഇതു തന്നെ പുതുലോകം. ശത്രുവിനും എതിരായി ഈ സൈന്യം വരവായി, തിരയുയരും കടലെന്നോ പടയിൽ ചേരും സൈന്യം, തിരയുയരും കടലെന്നോ പടയിൽ ചേരും സൈന്യം, മണ്ണോട് മണ്ണായി തീരുന്ന സാക്ഷ്യങ്ങൾ. കലികാലമെരിയണൊരു തീക്കുണ്ട, സാഗരമത് ഇരമ്പുന്ന മൃതിയതു വരുന്നേ വേൽത്തുമ്പ, വേഗം പായണ റോക്കറ്റായി. It's amazing. ഞാൻ സ്വപ്നത്തിൽ കണ്ട കോട്ട ഇത് തന്നെ ആണോ സാർ? സ്വപ്നത്തിൽ കണ്ട പോലെ തന്നെയുണ്ട്. ഇത് തന്നെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന പാക്കാലക്കോട്ട. കണ്ടോളൂ. എവരിബഡി ബി കെയർ. ഗുരുജി, നമ്മൾ 4 പേരുണ്ട്.
നിധി കിട്ടുമ്പോ അതും നാളെ പങ്കുവെക്കണേ. അകത്തുള്ള നിധി പുറത്തു കൊണ്ടുവരുന്നത് നീ പറഞ്ഞ പോലെ അത്ര ഈസിയല്ല. അതെന്താ ഗുരുജി? ഇനി നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഓരോ ചുവടും വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. ഇവിടെ ആരുമില്ല ഗുരുജി, നിങ്ങൾ വാ, ഞാനില്ലേ കൂടെ. അയ്യോ, യവന്മാരാരടാ? ഞാൻ സ്വപ്നത്തിൽ കണ്ട കണ്ണുകൾ ഇവന്റെയാണോ? കഴിഞ്ഞ ജന്മത്തിൽ എന്നെ കൊന്നത് ഇവൻ തന്നെയല്ലേ? ഇവനെന്താ എന്നെ പോലെ? എന്താടാ കാർത്തവരായ? ഈ സാമ്രാജ്യത്തോടുള്ള മോഹം വിടാതെ നീ വീണ്ടും പുനർജനിച്ചു കൊണ്ടിരിക്കുകയാണോ? നിന്റെ പത്നി മൂലം എന്റെ സഹോദരിക്കുണ്ടായ ദുരനുഭവത്തിന് നിന്റെ ശിരസ് ചെതിച്ച് ഈ കോട്ടവാതിൽക്കൽ പ്രദർശിപ്പിക്കാൻ എനിക്ക് തോന്നുന്നുണ്ടടാ. ഈ രാജാവ് രാജുവിനെ പോലുണ്ടല്ലോ. ഇവൻ എന്റെ രൂപസാദൃശ്യമുണ്ടല്ലോ. ഒരുപക്ഷെ ഇവൻ എന്റെ മരുമകനാണോ? അപ്പോ ഇവൾ എന്റെ സഹോദരി തന്നെ. ഈ ഒരുമ്പെട്ടവളും വന്നിട്ടുണ്ടോ? എന്റെ സഹോദരിയെയും മരുമകനെയും ഇവിടെ എത്തിച്ചത് കൊണ്ട് ഒരു ചെറിയ നന്ദി പ്രകടനം എന്നോണം നിന്നെ ഞാൻ ഇവിടുന്ന് ജീവനോടെ പോകാൻ അനുവദിക്കുന്നു. പോ, ഈ അഴിഞ്ഞാട്ടക്കാരിയോടൊപ്പം പോയി അഴിഞ്ഞാടി ജീവിക്ക്. പോ. നിന്റെ വരവോടെ കോടാനുകോടി ദീപങ്ങളിലെ പ്രകാശം തെളിഞ്ഞതുപോലുണ്ട് സഹോദരി. വരൂ, നമ്മുടെ രാജ്യത്തിലേക്ക് പ്രവേശിക്കൂ. നിന്റെ വരവാൽ ഈ മണ്ണും ഹർഷപുളകിതയായിരിക്കുന്നു സഹോദരി. മഹാരാജാവും നിന്നെ കണ്ടാൽ ഒരുപാട് ആനന്ദിക്കും. വരൂ സഹോദരി. വന്നാലും നിങ്ങൾ ഇനി ഒരടി മുന്നിലേക്ക് വെച്ചാൽ നിങ്ങളുടെ ശിരസ് ഛേദിക്കപ്പെടും. മഹാരാജാവ് നീണാൽ വാഴട്ടെ. മഹാരാജാവിനൊരു ശുഭവാർത്തയുണ്ട്. അങ്ങയുടെ മനസ്സ് നിരന്തരം എന്തിനെ പ്രതി ദുഃഖിക്കുന്നുവോ അതിപ്പോൾ ആ ഭഗവാന്റെ കൃപയാൽ അങ്ങയെ തേടി ഇവിടെ വീണ്ടും എത്തിയിരിക്കുകയാണ് പ്രഭു. മഹാറാണിയും അങ്ങയുടെ മകനും തിരിച്ചു വന്നിരിക്കുന്നു. മഹാറാണി, എന്റെ ജീവനായ പ്രിയ പത്നി, എന്റെ സ്നേഹം വിട്ടെറിഞ്ഞിട്ട് ഈ രാജാവിനെ ദുഃഖത്തിലർത്തി തനിച്ചാക്കിയിട്ട് നിന്റെ ഓർമ്മയിൽ ജീവിക്കാൻ പറഞ്ഞ് എന്നെ ശവിച്ചിട്ട് പൊക്കളഞ്ഞു. അവൻ നമ്മുടെ പ്രിയ മകനല്ലേ? ഇതാരുടെ അവൻ? ഇവൾക്ക് ഞാൻ മോനാണെന്ന് പറയുന്നു. നിനക്കിപ്പോഴും എന്നോടുള്ള കോപം ശമിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ദണ്ഡനായക പ്രഭു, എന്റെ പ്രിയ ശ്രീമതിക്കും എന്റെ പ്രിയ പുത്രനും അവരുടെ അറകൾ വേഗം കാണിച്ചു കൊടുക്കൂ. അങ്ങനെയാകട്ടെ. നിങ്ങൾ പോയി വിശ്രമിച്ചുകൊള്ളൂ. ശേഷം തുറന്ന് പ്രവർത്തനം ആരംഭിച്ച വ്യാപാര സ്ഥാപനങ്ങളും അവധിക്കാലത്തിനു ശേഷം തുറന്ന സ്കൂളുകളും സജീവമാകുമ്പോൾ ഇപ്പോൾ കിട്ടിയ പുതിയൊരു വാർത്ത. പാക്കാലക്കോട്ടയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞങ്ങളുടെ പ്രതിനിധി നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. കഴിഞ്ഞ 30 ദിവസമായി കാണാതായ ഹരഗോപാൽ, രാജു, ഡോക്ടർ സുലോചന, പോപ്പ് സ്റ്റാർ റൂബി എന്നിവർ എവിടെയാണ്, എങ്ങോട്ടാണ് പോയത്? ലഭിച്ച വിവരമനുസരിച്ച് കഴിഞ്ഞ 30 ദിവസം മുൻപ് ഈ 4 പേരുടെയും സിഗ്നൽ ഒരു സ്ഥലത്ത് കട്ടായി. ഈ 4 പേരും കോട്ടയ്ക്കകത്ത് കടന്നു. പോയവരാരും തന്നെ ജീവനോടെ തിരിച്ചു വരാത്ത അപ്രസിദ്ധമായ കോട്ടയ്ക്ക് എന്ത് സംഭവിച്ചു? ഇപ്പോഴും അവർ ജീവനോടെ ഉണ്ടോ? സർക്കാരിന്റെ അനുമതി അവർക്ക് ലഭിച്ചിരുന്നോ? ഇതുപോലെ എത്രയോ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനായി കണ്ടുകൊണ്ടിരിക്കൂ GK മീഡിയ. ഇവിടെയുള്ളവരെ കാണുമ്പോൾ വളരെ വിചിത്രമായിട്ട് തോന്നുന്നു സർ. ഗൈസ്, ഡോണ്ട് വറി. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കാവൂ. നിങ്ങൾക്ക് മനോഹരമായ ഒരു വിരുന്നൊരുക്കിയിട്ടുണ്ട്. ആ വിരുന്നിൽ നിങ്ങളുടെയെല്ലാം മനസ്സ് നിറയ്ക്കുന്ന പലവിധ രുചികരമായ മധുപാനീയങ്ങളെല്ലാം തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്. താങ്കൾക്ക് സമ്മതമല്ലേ? സൂപ്പർ. അങ്ങനെയാണെങ്കിൽ ആഘോഷത്തിൽ പങ്കുചേരൂ. വരൂ. ഹേ രാജു, where are you going? Wait. നമ്മുടെ ഫ്രണ്ട്സിനെ ചീറ്റ് ചെയ്യരുത്. വാട്ട് മാഡം? പ്രോമിസ് ചെയ്തതല്ലേ? ആരെവിടെ? കൽപ്പിച്ചാലും പ്രഭു. നിങ്ങൾ ചെന്ന് ദണ്ഡനായകനോട് പറഞ്ഞ് നമ്മുടെ മഹാറാണിക്കും നമ്മുടെ യുവരാജനും ആവശ്യമായ വാട്ട് മാഡം പ്രോമിസ് ഫ്രണ്ട്സ് എന്ന ആഹാര സാധനങ്ങൾ എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചുകൊണ്ട് അവയെല്ലാം ഇവരുടെ വിരുന്നിൽ ഏർപ്പാട് ചെയ്യൂ. പൊയ്ക്കോളൂ. അങ്ങനെയാകട്ടെ മഹാപ്രഭു. വേഗം പോയിട്ട് വരൂ. അങ്ങനെയാകട്ടെ പ്രഭു.
എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? കാറ്റ് കൊള്ളാനാ? അപ്പൊ നീ എന്തിനാ വന്നേ? സത്യം പറയട്ടെ, ഇവരെ കണ്ടാൽ പേടിയാവും മേഡം. ഇവർ ഏത് നേരത്തെ എന്താ ചെയ്യുന്നത് ഇവർക്ക് തന്നെ അറിയില്ല. ദൈവമേ, ഒരു പക്ഷെ പോയാല് ജീവനല്ലേ പോകുന്നേ? ഇത്രയും റിസ്ക് എടുത്തിരിക്കുവല്ലേ? വർക്കൗട്ട് ആയ ഓൾ ഈസ് വെൽ. നീ ഒന്ന് റിലാക്സ് ചെയ്യ്. അങ്ങനെയാണോ? അവരെ വെച്ച് നോക്കുമ്പോ നമ്മള് സേഫാ. അതെ അതെ സഹോദരി, നിങ്ങൾ ഇരുവരും ഭയപ്പെട്ടിരിക്കുന്നത് പോലെ ഉണ്ടല്ലോ. ദണ്ഡനായക, ഞങ്ങൾ ആരാ? ഞങ്ങളുടെ പൂർവ്വജന്മം എന്താ? അന്ന് എന്താണ് സംഭവിച്ചത്? ഞങ്ങൾക്കതറിയാൻ ആഗ്രഹമുണ്ട്. എന്താ സംഭവിച്ചെന്ന് പറയൂ. ഞങ്ങളുടെ മുൻജന്മത്തെ കുറിച്ച് പറയാമോ? ഞാൻ പറയാം സഹോദരി. അന്ന് സംഭവിച്ചത് എന്തെന്നാൽ, പ്രണാമം. രുദ്ര, അമാന്തം എപ്പോഴും അപകടമാണ്. അമാവാസിക്കിന് നിമിഷങ്ങളുടെ ദൈർഘ്യമേ ഉള്ളൂ. നിത്യയൗവനം ലഭിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്ന ചിത്രപൂജയ്ക്കായി രോഹിണി നക്ഷത്രത്തിൽ പിറന്ന ഐരാവിയുടെ പത്നി ചിത്രലേഖയെ കൊണ്ടുവരാൻ നമ്മളയച്ച ആളുകളെയൊക്കെ വധിച്ച് ആ മഹാരാജാവ് നമ്മളോട് പ്രതികാരം ചെയ്യാൻ ദാഹിച്ചിരിക്കുക. ഇനി ഏത് നിമിഷവും അവർ നമുക്കെതിരെ പോരിന് വരാം. അവിടെ നിന്ന് കൽപ്പിച്ചാലും പ്രഭു, അവന്റെ ശിരസർത്ത് ഞാൻ ഈ കാൽച്ചുവട്ടിൽ വയ്ക്കാം. കോട്ടയെല്ലാം അലങ്കരിക്കൂ ദണ്ഡനായക. ഞാൻ ആ ചിത്രലേഖയുമായി തിരിച്ചു വരും. പൂജയ്ക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്യൂ ഗുരുവരിയ. വിജയം വരിച്ച് തിരിച്ചു വരും. അനുഗ്രഹിച്ചാലും ഗുരുവരിയ. വിജയിച്ചു വരൂ മകനെ. എന്റെ പേര് കേട്ടാൽ നടുങ്ങി മലമൂത്ര വിസർജനം ചെയ്യുന്ന രാജാക്കന്മാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്റെ പത്നിയെ തേടി വന്ന് എന്റെ പത്മവ്യൂഹത്തിൽ കുടുങ്ങിയ രാജാവേ, നിന്നെ 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 കാണുമ്പോ നിന്റെ ശപഥം പൂർത്തിയാക്കാനുള്ള സമയം ആസന്നമായിരിക്കുന്നു മകനെ. അങ്ങനെ തന്നെ ഗുരുവരിയ. മഹാരാജാവ് അങ്ങയോട് വരാൻ പറഞ്ഞിരിക്കുന്നു പ്രഭു. നിങ്ങൾ പൊയ്ക്കൊള്ളൂ, ഞങ്ങളിതാ വരുന്നു. മഹാരാജാവിന് പ്രണാമം. സ്നേഹിത കാർത്തവരായ, താങ്കളുടെ വന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. വന്നാലും ആസനസ്ഥനായാലും കാർത്തവരായ യുദ്ധം കഴിഞ്ഞ് ക്ഷീണിതനായിരിക്കുകയാണ്.
ഉടൻ നൃത്തത്തിന് വേണ്ടതായ ഏർപ്പാടുകളെല്ലാം ചെയ്യൂ. അങ്ങയുടെ അനുഗ്രഹം ലഭിക്കുന്നത് ഞങ്ങളുടെ മഹാഭാഗ്യം തന്നെയാണ്. ആരവിടെ? അരുൾ ചെയ്താലും പ്രഭു. ഇദ്ദേഹത്തെ നമ്മുടെ നിലവറയിലേക്ക് കൊണ്ടുപോയി മാണിക്യങ്ങൾ, മുത്തുക്കൾ, വൈരങ്ങൾ, സ്വർണങ്ങൾ ഏതു വേണമോ അത് പാരിതോഷികമായി കൊടുത്തയക്കൂ. അങ്ങനെയാകട്ടെ പ്രഭു. വളരെ നന്ദി മഹാരാജാവേ. വിട നൽകിയാലും. കാർത്തവരായൻ യുദ്ധത്തിനുള്ള പുറപ്പാടാണെന്നുള്ള വാർത്ത കേൾക്കുന്നു. അതുകൊണ്ടാണ് കോട്ടയിലേക്ക് വിളിപ്പിച്ചത്. കോട്ട വിട്ട് പോകുന്നതിന് മുൻപ് അവന്റെ തല അറുക്കണം. ഉത്തരവ് പ്രഭു. ഇത്രയും സമ്പത്തോ? ഇനി എന്നെ അനുഗമിക്കണമെന്നില്ല. ഞാൻ നോക്കിക്കോളാം. അങ്ങനെയാകട്ടെ പ്രഭു. നിൽക്ക്. നിനക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ആ സമ്പത്ത് ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോ. നിന്നെ കണ്ടാൽ വിശപ്പിന്റെ വിളി അറിയുന്നവനെ പോലെയുണ്ട്. ഈ സമ്പത്തിൽ നിന്ന് നിനക്ക് ആവശ്യമുള്ള എടുത്തുകൊണ്ട് പോവാം. മതി, നിർത്ത്. നീ തരുന്നതും വാങ്ങിപ്പോകാൻ വന്നവനല്ല ഞാൻ. നിന്നെ വധിച്ച ആ സമ്പത്ത് തിരിച്ചു കൊണ്ടുപോകാൻ വന്നവനാണ് ഞാൻ. നിർത്ത് നിന്റെ അധിക പ്രസംഗം. നീ പോകുന്നോ അതോ ഞാൻ നിന്നെ പറഞ്ഞു വിടണോ? പ്രണാമം മഹാരാജാവേ. മന്ദാകിനി റാണി അവർകൾ അങ്ങേ കാണാൻ കാത്തു നിൽക്കുകയാണ്. ഉടൻ വരാൻ പറഞ്ഞിരുന്നല്ലോ. എന്തിനാണ് മഹാരാജൻ? 1000 തീച്ചട്ടികളുടെ ചൂട് എന്റെ ഉള്ളിൽ ആളി കത്തുകയാണ് പെണ്ണെ. ഈ ചൂട് ശമിപ്പിക്കാനുള്ള ഔഷധം നിന്റെ അടുക്കലുണ്ട് പ്രിയേ. വരൂ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു വിവാഹിതയായ സ്ത്രീയാണ്. നിന്റെ സ്നേഹിതന്റെ പത്നിയോട് ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. എന്നെ തള്ളി മാറ്റാറായോ? കാലപുരിയിലേക്ക് പോകൂ. മഹാറാണി, എന്താണ് ഇത്ര കോപം? എന്നെ എന്റെ മകനെ ഇതുപോലെ കൊല്ലില്ലേ നിങ്ങള്? നിങ്ങളെ പോലുള്ള കാമപ്രാന്തനോട് ഒരു ദിവസം പോലും ജീവിക്കില്ല. നിന്റെ പൂർവ്വകഥ ഇതാണ് സഹോദരി. അന്നു മുതൽ മന്ദാകിനിയോടുള്ള ആഗ്രഹം വെടിയാതെ അയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. എന്നെ കൊണ്ട് സാധിക്കില്ല. നിങ്ങൾക്കും നിങ്ങളുടെ ഈ ഓപ്പറേഷനും വളരെ നന്ദി. ഇനിയോ മഹാരാജാവിന്റെ മുന്നിൽ ഞാൻ പെട്ട എന്റെ ജീവിതം തൊലഞ്ഞത് തന്നെ. നിന്റെ ജീവൻ ഒരാപത്തും സംഭവിക്കില്ല. പക്ഷേ ഇപ്പൊ നീ പുറത്തു പോയാൽ വെരി ഡേഞ്ചറസ് ആണ്. യെസ്, അകത്തിരിക്കുന്നവരുടെ ജീവന് വലിയ ആപത്താ. സർ, അതിന് എന്റെ ജീവിതം പണയം വെക്കുന്ന എന്തിനാ? ഈ ഓപ്പറേഷൻ ഒന്ന് കഴിഞ്ഞാ പിന്നെ നീ ഫേമസ് ആയിരിക്കും. അതും കറക്റ്റ് ആണല്ലോ. മഹാറാണി അവർക്ക് എന്നോടുള്ള കോപം മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. എങ്ങനെ പോവും മഹാപ്രഭു? ഈ ജന്മത്തിലെ നമ്മൾ തമ്മിൽ കാണാൻ നിമിത്തമായ എന്റെ സ്നേഹിതർ ഇപ്പോഴും കോട്ടയ്ക്ക് പുറത്താണുള്ളത്. ഇതാണോ ഞങ്ങളോടുള്ള മര്യാദ? സ്വയം ആലോചിച്ചു നോക്ക്. അവര് വന്നതിന് ശേഷമുള്ള പ്രശ്നങ്ങൾക്ക് നിങ്ങൾ തന്നെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം മഹാറാണി.
നിങ്ങൾ കാണാൻ പോവല്ലേ മഹാരാജ? ഗുരുജി, നമ്മുടെ ലൈനെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി മെഗാസ്റ്റാറിനുള്ള എൻട്രി ടൈമാണ്. അവൻ നോട്ടം കണ്ടാൽ തന്നെ കടിച്ചു തിന്നുന്ന പോലെ ഉണ്ടല്ലോ. എന്താ ഇങ്ങനെ? റൂബി, അവന്റെ പേര് ദണ്ഡനായകൻ. അവനെ വളരെ ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യാൻ. നോക്ക്, ഗുരുജി വന്നു. ഹായ്. മഹാരാജന് പ്രണാമം. ദണ്ഡനായക പ്രഭു, ഇവർ നമ്മുടെ മഹാറാണിയുടെ വിശിഷ്ട അതിഥികളാണ്. ഇവരുടെ ഇഷ്ടാനുഷ്ടങ്ങൾ അന്വേഷിക്കേണ്ട കടമ നമ്മൾക്കുണ്ട്. വന്ദനം ഗുരുജി. ചെല്ലു, ഇവരെ രാജമര്യാദയോടെ കൂട്ടിക്കൊണ്ടുപോകൂ. കൽപ്പന പോലെ. ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നേ നോക്കിക്കോ. എന്താ ഇവർ അതിഥിയാണെന്ന് പറയുന്നേ? ഏയ്, ആദ്യമേ അങ്ങനെ പറയൂ. പിന്നെ നമ്മൾ എന്തിനു വന്നറിഞ്ഞ അപ്പം നോക്കിക്കോളാമാര്. അല്ല, ഇതിന്റെ ഇടയ്ക്ക് നീ എവിടെ പോയതാ? നിനക്ക് വേണ്ടി സ്പെഷ്യലായി എന്റെ അടുത്ത് തന്നെയുള്ള റൂം റെഡിയാക്കുമായിരുന്നു. പകൽക്കിനാവോ? അങ്ങനെങ്കിൽ മഹാരാജാവിന്റെ അടുത്തുള്ള റൂം റെഡി ആയിട്ടുണ്ട്. അവിടെ പോയി കിടന്നോ. ചെല്ല്. അയ്യോ, ചെല്ല് ചെല്ല്. ഇവർക്ക് സംശയം തോന്നാത്ത രീതിയിൽ എല്ലാം ചെയ്തു തീർക്കണം. പ്രണാമം. പ്രണാമം. അരുൾ ചെയ്താലും. കോട്ടയ്ക്കുള്ളിൽ അതിഥി രൂപത്തിൽ 2 വിരുന്നുകാർ വന്നിട്ടുണ്ട്. അവർക്കുമേൽ നിങ്ങളുടെ കണ്ണുണ്ടായിരിക്കണം. എന്തെങ്കിലും ചെറിയ സംശയമുണ്ടായാൽ പോലും എത്രയും വേഗം എന്നെ അറിയിക്കണം. മനസ്സിലായി? ഇവളെന്താ ഈ അസമയത്ത്? യുവരാജാവും ഉണ്ടോ? എന്റെ സഹോദരിയും ഇവരുടെ കൂട്ടാളിയാണ്. ഇവിടെ എന്ത് നടക്കുന്നുണ്ട്? ഉടനെ മനസ്സിലാക്കണം. അവരുടെ സമ്മതം വാങ്ങി നിങ്ങളെ അകത്തേക്ക് കൊണ്ടുവരാൻ ഞാൻ കുറെ കഷ്ടപ്പെട്ടു സാർ. ആ ദണ്ഡം വരുന്നുണ്ട്. Let's all communicate in English. Out of 3 days, we are left only 2 days now. ഇതുവരെ നമ്മൾ വിചാരിച്ച പോലെയല്ല നടന്നത്. ബട്ട് ഗോഡ്സ് ഗ്രേസ്, ആ ട്രഷർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാ അതിനുശേഷം നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യാം? നമുക്ക് എങ്ങനെയെങ്കിലും ആ നിധിയിരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുപോകണം. താമസിച്ചുകൂടാ. ഈ സംഭാഷണം മനസ്സിലാവുന്നില്ലല്ലോ. ആദ്യം നമ്മൾ ആ ട്രഷറിന്റെ അടുത്ത് എങ്ങനെ എത്താൻ പോകുന്നത്? ഇറ്റ്സ് വെരി സിമ്പിൾ. ലെറ്റ്സ് മീ എക്സ്പ്ലെയിൻ. ഇത് ഈ കോട്ടയുടെ ഫുൾ ആർക്കിടെക്റ്റാ. ഇവിടെയാണ് നിധി ഉള്ളത്. നാളെയാണ് ചന്ദ്രഗ്രഹണം. മഹാരാജാവിന് ഈ ഗ്രഹണത്തിൽ വളരെ വിശ്വാസമാണ്. ഗ്രഹണം തീരുന്നതുവരെ ആരും ഈ കോട്ടയിൽ നിന്നും പുറത്തേക്ക് വരാറില്ല. നമുക്കിതാണ് പറ്റിയ സമയം. എങ്ങനെയെങ്കിലും നിധി എടുത്തിട്ട് കോട്ടയുടെ തെക്ക് ഭാഗത്ത് 200 മീറ്റർ അകലെയുള്ള തുരങ്കത്തിലൂടെ നമുക്ക് പുറത്തു കിടക്കാം. ഓ, കം ഓൺ, ലെറ്റ്സ് ഗോ. യെസ് യെസ്. ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ വന്നത് എന്റെ സഹോദരിയും അവളുടെ മകനുമാണോ? അല്ലെങ്കിൽ ഇതാ സൂത്രശാലിയുടെ മായാജാലമായിരിക്കുമോ? ഇവിടെ എന്താണ് നടക്കുന്നത്? അറിയാം. ഗ്രഹണം കഴിയുന്നതിന് മുമ്പ് നമുക്ക് നിധി എടുത്തിട്ട് പുറത്തു കിടക്കാം. രാജു, ബോക്സ് എല്ലാം റെഡിയല്ലേ? എല്ലാം റെഡിയാ ഗുരുജി. ലെറ്റ്സ് ബി കെയർഫുൾ. കം ഓൺ. പോകാം.
നോക്കിക്കോളാം, വിട്. പതിയെ വരൂ. വാ. ഓം നമഃ ശിവായ. ഗുരുജി, ഞാനിതുപോലുള്ള സാഹസങ്ങൾ എത്രയോ നേരിട്ടതാ. ഞാനുള്ളപ്പോ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്യൂ. ശരി ഗുരുജി. രാജു, ഗുരുജി, ഇതേതാ ഈ പ്രതിമ? എന്താ നീ എന്താ ചെയ്ത്? ഞാനൊന്നും ചെയ്തില്ല ഗുരുജി. ഇവിടെ കൈവച്ചപ്പോ അവിടുന്ന് ശബ്ദം വന്നു. ഇതിന്റെ മേലെ? ആ, രാജു, തിരികെ. ശരി ഗുരുജി. Get it. Yes. ഓപ്പണായില്ലേ? ഇതാണ്. ഇതൊക്കെ സ്വർണ്ണമാണോ? നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാങ്കരായ മഹേശ്വരായ യജ്ഞായ സ്വത്തായ ദിഗംബരായ തസ്മൈനകാരായ നമഃശിവായ. ഇതെല്ലാം എടുത്ത് ബോക്സുകളിലാക്കുക. ഡു ഇറ്റ് ഫാസ്റ്റ്. Come on. ഓം നമഃശിവായ. നിങ്ങൾ എപ്പോൾ ആ നിധി കോട്ടയ്ക്ക് പുറത്ത് കൊണ്ടുവരുന്നുവോ തൽക്ഷണം അവനും ആ കോട്ടയും നാമാവശേഷമായി തീരും. ഷോക്കായി. നീ എന്താ ഇവിടെ? ഈ ചോദ്യം നീ ചോദിക്കരുത്. നിന്നെ ഇങ്ങോട്ട് അയച്ചതേ ഞാനാ. നീ എന്തൊക്കെയായി പറയുന്നേ? നീ കോട്ടയെ പറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ ഇവിടെ പതിഞ്ഞുപോയി. ആ നിധി എങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ വേണ്ടി AK ഡോഗ്രയുമായി കൈകോർത്തു. എടാ, ഈ നിധി നിന്റെയോ എന്റെയോ അല്ല, ഇത് സർക്കാരിന് അവകാശപ്പെട്ടത്. നിനക്ക് അത്രത്തോളം ദേശഭക്തി ഉണ്ടെങ്കിൽ ദിവസവും 10 പ്രാവശ്യം ജനഗണമന ചൊല്ല്. പതാകയുമേന്തി കുട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുക്ക്. ബട്ട് ഈ നിധി കൊടുക്കുമെന്ന് മാത്രം പറയരുത്. വേണ്ട സൂര്യ, വേണ്ട. ഇതെന്റെ 50 വർഷത്തെ അധ്വാനത്തിന്റെ ഫലമാണ്. ഞാനിത് നിനക്ക് വിട്ടുതരില്ല. ഹരഗോപാൽ, നിന്നെ കൊല്ലാതെ ഈ നിധി എടുത്തുകൊണ്ട് പോകാന്നാ ഞാൻ വിചാരിച്ചേ. ബട്ട്
നിന്റെ മരണം എന്റെ കൈ കൊണ്ടായിരിക്കും എന്നാണ് വിധിയെങ്കിൽ നീ എന്ത് ചെയ്യും? ഇതാണ് നീ അർഹിക്കുന്ന ശിക്ഷ. What? Oh no! Shit! എല്ലാം പ്ലാനിങ്ങിലാ ചെയ്ത്. എവിടെയാ മിസ്റ്റേക്ക് പറ്റിയത്? ഹരഗോപാൽ, ഞാൻ നിന്നെ വെറുതെ വിടില്ലടാ. ഹരഗോപാൽ തന്റെ കൂട്ടാളികളുമായി ചേർന്ന് നേടിയ നിധി ഇന്ത്യ ഗവൺമെന്റിനെ ഏൽപ്പിച്ചിരിക്കുന്നു. വളരെ കഷ്ടപ്പെട്ട് മരണത്തെ പോലും മുഖാമുഖം കണ്ട് അതിശയിപ്പിക്കുന്ന വിജയം നേടിയ ഹരഗോപാലിന് ഗവൺമെന്റ് ഭീഷ്മ അവാർഡ് നൽകി ആദരിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം ഗുഡ് മോർണിംഗ് ഗുരുജി. വാരാജു ഇരിക്കി. ആ, എന്തുണ്ട് വിശേഷം? ഒന്നുമില്ല ഗുരുജി. എന്താ ഗുരുജി, നമ്മളെ പറ്റിയാണോ? നമ്മുടെ മിഷനെ പറ്റി പേപ്പറിൽ എക്സലന്റ് ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. സൂപ്പർ ഗുരുജി. അതല്ല, 2 ദിവസമായിട്ട് കണ്ടില്ലല്ലോ, എവിടായിരുന്നു? അത് വന്നിട്ട് നിങ്ങളോട് പറയാന്നാ വിചാരിച്ചേ, പക്ഷേ സമയം കിട്ടാതെ. അത് ഹലോ, ഓക്കെ, സി യു, ബൈ. എന്താ ഗുരുജി ഇത്, നിങ്ങളിത് വീണ്ടും തുടങ്ങുവാണോ? അതേടാ, ഗാന്ധാരിക്കോട്ട. നിങ്ങൾ വേണമെങ്കിൽ പൊക്കോ ഗുരുജി, എന്നെ വിട്ടേക്ക്. എടാ, ഞാനൊരു കല്യാണം കഴിച്ച് സെറ്റിൽ ആവട്ടെ. കല്യാണം കഴിച്ച ആരെങ്കിലും നന്നായിട്ടുണ്ടോടാ? അയ്യോ ഗുരുജി, ഇത്തവണ വിട്ടേക്ക് പ്ലീസ്. നിങ്ങളുടെ കാല് പിടിച്ച് ഞാൻ ചോദിക്കാം, ഒരു കല്യാണം കഴിച്ചിട്ട് പ്ലീസ്. ശരി, എന്തെങ്കിലും ചെയ്തിട്ട് പോയി ചാക്. അതാണ് ഗുരുജി. വാ 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 വാ. ഓ, റിയാണോ? നമസ്തേ സർ. അതായത് ഗുരുജി, ഈ മാസത്തിൽ നല്ല മുഹൂർത്തമുണ്ട്, കല്യാണം കഴിച്ചോട്ടെ. അത്ര അർജന്റാണോ? കല്യാണം കഴിച്ചോ, പക്ഷേ ആദ്യം നമുക്ക് ആ കാന്താരിക്കോട്ടെ. എന്റെ പൊന്നെ, ഒറ്റയ്ക്കങ്ങ് പോയാ മതി. നിങ്ങളോട് ഇരുന്ന് നീ കെട്ടാൻ പറ്റില്ല. നീ വാടി, നമുക്ക് പോവാം. രാജു നിൽക്കടാ, നമുക്ക് ഒരുമിച്ച് പോവാം. കലികാലമെരിയണൊരു തീക്കുണ്ടം, സാഗരമത് ഇരമ്പുന്ന മൃദുയതു വരുന്നേ വേൽത്തുമ്പായി, വേഗം പായണ റോക്കറ്റായി.
കലികാലമെരിയണൊരു തീക്കുണ്ടം സാഗരമത് ഇരമ്പുന്ന മൃതിയതു വരുന്നേ വേൽത്തുമ്പായി വേഗം പായണ റോക്കറ്റായി നീരൊഴുക്കിൻ മണിക്കിലുക്കം സിംഹം പോൽ ഗർജനമായി ചിത്രം പോലും ആയുധമായി അസുരരോ പോകുകയായി ഉയരുകയായി വാനോളം കഷ്ടതകൾ ഇഷ്ടങ്ങളായി